ഹായ് ചെറീസ്, പ്ലീസ് പ്ലീസ് ആരും സ്കിപ്പാക്കി പോകരുത്. എനിക്കറിയാം ഇത് കാണുമ്പോൾ സ്കിപ്പാക്കി പോകരുത് തോര നമുക്ക് ഉണ്ടാവും, പക്ഷേ സ്കിപ്പാക്കി പോകരുത്. ഞാൻ നിങ്ങളെ പോലെ തന്നെയാണ്, സ്കിപ്പാക്കി പോകരുത്. ഒരു അർജൻറ്റായുള്ള കാര്യം പറയാനുണ്ട്, കാരണം നമ്മളെ വീട് കണ്ടിരിക്കുന്നവർക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് എൻ്റെ സബീസിന് വേണ്ടി, എൻ്റെ ചെറീസിന് വേണ്ടി ഞാൻ പറയുകയാണ്. വേറെ ഒന്നുമല്ല ഗൈസ്, ഇതെൻ്റെ ഫസ്റ്റ് വൺ ഷോട്ടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് എഡിറ്റിംഗ് പ്രോബ്ലംസ് ഉണ്ട്. എനിക്കറിയാം ഞാൻ വലിയ എഡിറ്ററൊന്നുമല്ല, എന്നാൽ പോലും എഡിറ്ററല്ല, എനിക്കറിയാം ഞാൻ എഡിറ്റ് ചെയ്യാത്ത ഒരാളാണ്. കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്തൊരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ എത്രയും ലെങ്തുള്ളൊരു വീഡിയോ എഡിറ്റ് ചെയ്തതാണ്. സോ എനിക്കൊരു ആഗ്രഹം, എനിക്ക് വൺ ഷോട്ട് ഇടണം. സോ അങ്ങനെ എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഗൈസ്. ഒരു 2 weeks കൊണ്ട് എൻ്റെ പറകെയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫസറിൻ്റെ വീഡിയോ ഞാൻ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തത്. അപ്പോൾ ഒരുപാട് ടൈം എടുത്താണ് എൻ്റെ പൊന്ന് ചെറിയ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തത്. വീഡിയോ എഡിറ്റ് ചെയ്ത് 2 ദിവസം കൊണ്ട് വോയിസും കൊടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്ത സമയത്ത് നമ്മുടെ യൂട്യൂബിൽ ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചി എൻ്റെ വായിക്കകത്ത് പടക്കം പൊട്ടിക്കുന്ന പോലെ അവരിട്ട് കോപ്പിറൈറ്റ് തന്നു ഗൈസ്. കോപ്പിറൈറ്റ് തന്നത് പോട്ടെ, ഞാൻ ഒരു വട്ടം ക്ഷമിച്ചു. ഞാൻ വീണ്ടും ആ സാധനം കൊണ്ടുപോയി എഡിറ്റ് ചെയ്ത് കോപ്പറേറ്റ് എന്ന സാധനം ഓഡിയോ ഒക്കെ നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞ് ഓഡിയോക്കാണ് കോപ്പറേറ്റ് കിട്ടിയത്. ആ ഓഡിയോ മാറ്റാൻ വേണ്ടി എടുത്തപ്പോൾ ഓഡിയോ ഡിലീറ്റ് ചെയ്ത സമയത്ത് ഞാൻ സംസാരിച്ച വോയിസും കൂടെ ഡിലീറ്റ് ചെയ്തു. എന്തെല്ലാം ബുദ്ധിയുള്ള കുട്ടിയാണെന്ന് എനിക്കറിയില്ല. കുറച്ചെങ്കിലും ബുദ്ധിയുണ്ട്, നമുക്ക് മന്ദബുദ്ധി എന്ന് വിളിക്കുന്ന പറയുന്ന പോലെ ബുദ്ധിയില്ലാത്ത ഞാൻ അത് മുഴുവൻ ഡിലീറ്റ് ആക്കി. പിന്നെ രാവിലെ ഇരുന്ന് മുഴുവനും ഞാൻ എഡിറ്റ് വെച്ചു, വോയിസ് കൊടുത്തു. ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇതിൽ. കുറച്ച് വോയിസ്, അതായത് ഒന്നോ രണ്ടടുത്ത് മാത്രമേ, ഐ തിങ്ക് ഒരു 2 minutes വോയിസ് ഒക്കെയാണ് ഇപ്പോൾ പോയത്. ആ അടുത്തൊക്കെ മാത്രമേ നമുക്ക് വോയിസ് പോയിട്ടുള്ളൂ. അത് ഞാൻ കുറച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് കട്ടാക്കിയിട്ടാണ് സെറ്റാക്കിയത്. സോ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എൻ്റെ ചെറീസ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവോ ഇല്ലയോ ഒന്നും എനിക്കറിയത്തില്ല. എൻ്റെ മാത്രം സ്റ്റോറിയാണ് ഞാൻ, അതുകൊണ്ട് തന്നെ ഒരുപാട് കുത്തിക്കേറ്റിട്ട് എൻ്റെ കയ്യിൽ ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കണ്ടന്റ് ആയപ്പോലും ഞാൻ ഒരുപാട് ടൈം എടുത്തെന്ന് വെച്ചാൽ ടൈം എടുത്ത് തന്നെ ആലോചിച്ച് നമ്മുടെ സ്റ്റോറി വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് മെച്ചുവർ കണ്ടന്റും വയലൻസ് ഒക്കെ ഉള്ളതാണ് മാഫിയ ആയതുകൊണ്ട് തന്നെ. സോ നിങ്ങൾക്ക് അതൊന്ന് പറ്റാത്ത കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം, എനിക്കങ്ങനെ പറയാൻ പറ്റും. പിന്നെ എന്തുവാ, പിന്നെ നമ്മുടെ ഈ ടൈറ്റിൽ തന്നെ ഞാൻ ആ ഒരു നമ്മുടെ സ്റ്റോറി ബേസ്ഡാണ് കൊടുത്തിട്ടുള്ളത്, ചേസിങ് ലവ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോഡ് പ്രൊഫസറിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായ ക്യാരക്ടേഴ്സാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമാവോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല, എനിക്കത് വ്യത്യസ്തമായി തോന്നി, എനിക്കറിയത്തില്ല. പിന്നെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എന്തുവാ, നിങ്ങൾക്ക് ഇഷ്ടമാവോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. കേക്കൊക്കെയാണോ, കുക്വി ആണോ, നംജിനാണോ, എന്താണ് നമ്മുടെ ഹ്യൂമനാണോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ വീട് കണ്ടിട്ട് നിങ്ങൾ കാണാം. ഇതിൽ ആരെങ്കിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മെച്ചോർ കണ്ടൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കുട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് അങ്ങനത്തെ നിങ്ങൾക്ക് അതൊക്കെ അൺകംഫോർട്ട്, കുട്ടികളെല്ലാം ആരെങ്കിലും അൺകംഫോർട്ടബിൾ ഒക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് മാറ്റാം. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തുവാ, പിന്നെ നമ്മളെ വീട് നിങ്ങൾ അവസാനം വരെ കാണാൻ ഞാൻ അവസാനം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവസാനം വരെ കണ്ടിരിക്കുക. പിന്നെ എന്തുവാ, നിങ്ങൾക്ക് വീഡിയോ കാണാം, ലാഗ് അടുപ്പിക്കുന്നില്ല. ബൈ, കണ്ടിട്ട് വാ. നീ പറയുന്നുണ്ടോ ഇല്ലയോ, അതോ എൻ്റെ അടി വീണ്ടും നിനക്ക് വേണോ? ഞാൻ എത്ര വട്ടം പറഞ്ഞു, എനിക്കറിയത്തില്ല, എനിക്ക് അതിനെ കൂടുതൽ അറിയില്ല. നിന്നെ ഞാൻ വേണ്ട, വിട്ടേക്ക് അവന്. നീ അവന് നിങ്ങളെ പോലെയൊന്നും തോന്നുന്നു. അവന് വേണ്ട ആളെ നീ തന്നെ വിളിച്ച് കൊടുത്തേക്കുന്നു. ഓക്കെ സാർ, ഞാൻ വിളിക്കാം. സാർ, റയാനാണ്. ഹീസ് സോ സ്റ്റബോൺ സാർ. നമുക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. സാറ് വരുവാണെന്നെങ്കിൽ ഓക്കെ, ഐ വിൽ ബി ദെയർ 10 minutes. അവൻ എനിക്ക് വേണം, ഒന്നും ചെയ്യണ്ട. ഓക്കെ, അവൻ എന്താ പറഞ്ഞേ? സാറ് പറഞ്ഞ് ഇയാളൊന്നും ചെയ്യണ്ടെന്ന്. സാറ് വരുമ്പോൾ സാറ് തന്നെ ഇയാളെ നോക്കിക്കോളാമെന്ന്. നമ്മളൊന്നും ചെയ്യണ്ട. ഓക്കെ, ഇവന് മര്യാദയുടെ ഭാഷ അറിയില്ലായിരിക്കും. അവൻ വന്ന് നന്നായിട്ട് പഠിപ്പിച്ചോളൂ. ഓൾ ദ ബെസ്റ്റ്. സാർ ഈസ് ഹിയർ. ഞാൻ സാറിനെ വിളിച്ചിട്ട് വരാം. ആ ഓക്കെ. പിന്നെ നിന്റെ കാലൻ ഓൺ ദ വേ. അവൻ്റെ അതാ വന്നല്ലോ. unutmuşum sana.
എന്താണ് നീ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞത്? അപ്പോ തുടങ്ങാം. എനിക്കൊന്നും അറിയില്ല. നിനക്കൊന്നും അറിയില്ല എന്ന് പറയുന്നത് കേൾക്കാനല്ല ഞാനിവിടെ വന്നെ. സത്യം പറഞ്ഞാൽ മേ ബി ഒരു ലൈഫ് ആലോചിക്കും. ഞാൻ പറയാം, ഞാനെല്ലാം പറയാം. പ്ലീസ് ഞാനൊന്നും ചെയ്യരുത്. പ്ലീസ് ഞാനെല്ലാം പറയാം. സാർ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ അങ്ങനെ ചെയ്തത്. അല്ലാണ്ട് എനിക്കൊന്നും അറിയില്ല. പ്ലീസ് എന്നെ ഇനി വെറുതെ വിടണം. പ്ലീസ് സാർ. നീ എന്തായാലും സത്യം പറഞ്ഞു. കൂടെ നിന്നിട്ടുള്ള ചതി ഇനി ആരായാലും നോ വേ. സോ ഗുഡ് ബൈ. Ryan, clean the mess. Okay, sir. പാവം, അവന് ഭാഗ്യമുണ്ടായി മരിക്കുന്നതിന് മുമ്പെങ്കിലും മാഫിയക്കിങ്ങനെ കാണാൻ വേണ്ടി. നീ എന്നാ റിവീലാക്കുന്നു ഇനി? അതെനിക്ക് ടൈമുണ്ട്. അത് നീ വാ. എൻ്റെ പൊന്നാന പ്ലീസ് ലാസ്റ്റ് ഒന്ന് നമ്പർ സെറ്റ് ചെയ്യടി. നിനക്ക് എന്നെ കുറിച്ചൊക്കെ അറിയില്ലേ? ആ ഓക്കെ ഓക്കെ. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഫൈനലി വീണ്ടും നമ്പർ കിട്ടും. ഇതെന്തിനാണ് ഈ മാസം പോട്ടെ ആഴ്ച നമ്പർ മാറ്റുന്ന പാർട്ടിലൊരു മെനക്കെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ ബ്ലോക്ക് ആക്കാം. മോനെ നീ അറിഞ്ഞോ, നിന്റെ പപ്പ ഒരു എന്ത് മനുഷ്യനാടാ അയാൾ. പോട്ടെ എൻ്റെ മമ്മി സെറ്റാക്കോടാ. ഡോണ്ട് വറി എപ്പോഴും ദാറ്റ് ഐ ആം ഹിയർ. വന്നോ എന്റെ രണ്ട് മക്കളും? എവിടെയായിരുന്നു? നിങ്ങൾക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. വർക്ക് ശരി, എന്നാ പോയി ഫ്രഷ് ആയിട്ട് വാ രണ്ടുപേരും. ശരി മമ്മി, എനിക്കൊന്നും വേണ്ട, എനിക്ക് വിശക്കുന്നില്ല. ഞാൻ റൂമിലേക്ക് പോവാം. അവൻ പോയി. നിനക്കും നേരം വിശപ്പുണ്ടാവില്ലല്ലോ. വേഗം ചെല്ലും, അല്ലെങ്കിൽ റൂം അടയ്ക്കും. വളരെ ഉചിതമായ തീരുമാനം. ശരി എന്നാ, അല്ലെങ്കിൽ സോഫയിൽ കിടക്കേണ്ടി വരും. ഇതാരുവാ ഈ നേരത്തെ? അൺനോൺ നമ്പർ ആണല്ലോ. എടുക്കണോ? എന്തെങ്കിലും ആവശ്യമുണ്ടാവും, എടുക്കാം. ഹലോ, ആരാ? ഹലോ ഇച്ചായ, ഞാനായിട്ട്. ഓ നീയോ? നീ എന്നത്തിനാടി എൻ്റെ നമ്പറിലേക്ക് വിളിക്കുന്നേ? എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വിളിക്കരുതെന്ന്? എന്തിനാ ചായ ഇങ്ങനെ ചൂടാകുന്നേ? ഞാൻ വിളിക്കും. നിന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ ഇച്ചായെന്ന് വിളിക്കരുതെന്ന്. കേട്ടല്ലോ? ഞാൻ വിളിക്കും, എനിക്ക് അവകാശമുണ്ട് വിളിക്കാൻ. ഓക്കെ? ഈ പെണ്ണെ, നിന്റെ കളി കുറച്ച് കൂടുന്നുണ്ട്. ആരോടാണ് കളിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് കളിക്കുക. കേട്ടല്ലോ? ഇനി എന്തെന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നീ അവസരം ഉണ്ടാക്കരുത്. ഇങ്ങനെ ചൂടാവാതെ ചായ. സോറി സാർ പോരെ. എന്തായാലും എന്നെ ഹെൽപ്പ് ചെയ്ത ആളല്ലേ, സോ അതുകൊണ്ട്. നിർത്തടി. ഇനി നീ ഇങ്ങോട്ട് വിളിക്കുവാണെങ്കിൽ ഇതും കൂടെ ഞാൻ ബ്ലോക്ക് ആക്കും. വെച്ചിട്ട് പോടി. അയ്യോ നിക്ക് ചായ. കട്ടാക്കിയോ? കുഴപ്പമില്ല, വളഞ്ഞു വരുന്നുണ്ട്. നോക്കിക്കോ. വീണ്ടും നീ അറിഞ്ഞു, അപ്പൊ വീണ്ടും എന്നെ വഴക്കുറഞ്ഞു. നോ വേ, അങ്ങനെയൊന്നും ഞാൻ തോറ്റു കൊടുക്കില്ല. ആ മുരടനെ വളച്ച് കുപ്പിയിലാക്കിയിട്ട് ഇനി സാറയ്ക്ക് വിശ്രമമുള്ളൂ.
അയ്യടാ ഒരു മാറ വെക്ക് എന്റെ പപ്പ നോക്കിക്കേ എന്താ റോസാപ്പൂ. പപ്പ മമ്മ എന്തിനാ എടുത്തോണ്ട് നിൽക്കുന്നേ? അമ്മക്ക് അന്നത്തെ പോലെ വയ്യാണ്ടായോ വീണ്ടും? ആണോ? നല്ല രസപ്പുവാ. നമ്മക്ക് വയ്യ. അമ്മ സ്റ്റെയറിന്ന് വീണു. ആ അങ്ങനെ എടുക്കാം. ആണോ മമ്മ? മമ്മ വീണോ? ഇപ്പൊ എങ്ങനുണ്ട്? മമ്മ വീണു. പോച്ച് പെട്ടെന്ന് ശരിയാവും. ആ അത് തന്നെ എന്റെ പൊന്നാന് കാര്യം അറിയാം. അതുകൊണ്ട് നിസ കുഞ്ഞിന്നെ ജെസ്സിയമ്മയുടെ കിടന്നാ മതിയേ. കാരണേ അമ്മക്ക് വയ്യാത്തല്ലേ. ആ പിസക്കുഞ്ഞൂടെ കിടന്നാലോ വീണ്ടും വയ്യാണ്ടാവൂലേ കട്ടിൽ കിടക്കും. ആണോ അമ്മ? വയ്യാണ്ടാവും. അത് പിന്നെ ഗീഷ അത് അയ്യോ വയ്യാണ്ടാവും. പിന്നെ അമ്മക്ക് വയ്യാത്തല്ലേ. അത് മക്കളെന്ന് ചേടപ്പാടൊക്കെ. ആ ഞാൻ ജൈരപ്പാനോട് കിടന്നോളാം. അമ്മ സൂക്ഷിക്കണേ. ഞാൻ പോവാ. ഗുഡ് നൈറ്റ്. പാവന്റെ കുഞ്ഞ് എന്തു വച്ചായ കുഞ്ഞിനോടൊക്കെ എങ്ങനെയാ പറയുന്നേ? അതിനിപ്പോ എന്തുവാ? അവള് ഞങ്ങളുടെ കുഞ്ഞല്ലേ, നമ്മുടെ കുഞ്ഞല്ലേ. നീ തന്നെ മഴയത്. ഇവൾക്ക് എന്നാത്തിനാണ് എന്നെ കിടന്ന് വിളിക്കുന്നത്? ഇത്ര പറഞ്ഞൊന്നും മനസ്സിലാവത്തില്ല. ദൈവമേ. എന്റെ ഈശോയെ ഇതാരുവാ? ഓഹോ എനിക്കറിയാൻ മേലായിരുന്നു. പറഞ്ഞ നന്ദിട്ടാ. നിനക്കിപ്പോ എന്നെ ഒരു മൈൻഡും ഇല്ലല്ലോടെ. നിനക്കിപ്പോ എന്നെ വേണ്ടേടേ. ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ചെയ്തപ്പൻ? എനിക്ക് ചെയ്തപ്പനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ മമ്മിയും വാപ്പിയും. എന്റെ പൊന്നടിയേ നീനെ ഞാൻ നമിച്ചു കേട്ടോ. അതോ ഇസയ്ക്കൊരു പയ്യനെ ആലോചിക്ക. ഒരു മിനിറ്റ്. ഹലോ, ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് ഇന്ന് തന്നെ വേണം. ഓക്കെ. പറഞ്ഞല്ലോ എന്തു ആലോചിച്ചേ? ഒന്നുമില്ലാടി എൻ്റെ എസക്കുഞ്ഞേ. ആ അതൊക്കെ പോട്ടെ. ഇന്ന് എന്തുവായി റോസാപ്പൂക്കെ പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ? എന്നാ പറ്റി? അത് പിന്നെ മമ്മക്ക് കാലു വയ്യ. അപ്പോ അപ്പ പറഞ്ഞു ചെയ്തപ്പാടെ കേൾക്കാൻ. അച്ചടാ നിന്നെ വീണ്ടും പറ്റിച്ചടിയവൻ. ആ പോട്ടെ, ഇന്ന് ചെയ്തപ്പ ആരോടെ കിടക്കാം. എന്റെ കുഞ്ഞു വാ, നല്ല മഴ വരുന്നുണ്ട്. വാ കെട്ടിക്കുറിച്ച് വാങ്ങിക്കോ. വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട, കിടന്നുറങ്ങിക്കണം കേട്ടാ. എന്നാടി ചെയ്തപ്പനെ സാരാ ചേച്ചി വിളിച്ചിരുന്നു അല്ലേ? എനിക്ക് തോന്നി അതാരുമല്ല ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണേ. ആയിക്കോട്ടാ, അവളുടെ ഓരോ ചോദ്യം. കിടന്നുറങ്ങടി, അല്ലെങ്കിൽ ഇപ്പം ഞാൻ റോട്ടി എടുത്തിരും. ഉറങ്ങടി കിടന്നു. ഞാൻ ദക്ഷമ്മയുടെ കിടന്നാണ്. കരണ്ടായിരുന്നു. ചീത്ത ചെയ്തപ്പൻ. ചെയ്തപ്പാ നാളെ ഇന്ന് പാക്കി കൊണ്ടുപോണേ. ചെയ്തപ്പാ എന്റെ പൊന്നാടിയെ ഞാൻ കൊണ്ടുപോവാൻ ഡിസേ. ഒന്ന് കിടന്നുറങ്ങിൻ്റെ സാ, ഞാൻ തൊഴുക. ഉറങ്ങ്. ഈ പിള്ളേർ രാവിലെ എണീറ്റില്ല. ഇത്രയും സമയത്തും രണ്ടും കൂടെ കിടന്ന്. ആഹാ
ഇസയുടെ ഉണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നതൊക്കെ ആഗസ്റ്റിൻ്റെ കോപ്പി പേസ്റ്റ് എന്നോട്. ഇറങ്ങിയ മമ്മി ഇസ ഇങ്ങോട്ട് വന്നായിരുന്നു, രാവിലെ കണ്ടില്ലല്ലോ. നിന്റെ പുനാറ കടുകുമണി ആ ജേഡനോട് അടക്കണമെന്ന് ഉറങ്ങുക. നിന്റെ തലവേദനയൊക്കെ മാറിയോ? ഇതാ ചൂടോടെ കാപ്പിയും കുടിച്ചേക്ക്. ചെറിയൊരു ആശ്വാസമുണ്ട്. എന്താ പോയി റെസ്റ്റ് എടുത്തു, ഇനി ഇവിടെ കിടന്ന് കറങ്ങി തിരിയണ്ട. ആ മമ്മി അത് കുഴപ്പമില്ല. പിന്നെ പപ്പ ഇനി എന്നാ ഇങ്ങോട്ട്? ഒരുപാട് നാളായല്ലോ പോയിട്ട്. അടി പൊന്നെ, എനിക്കറിയാൻ മേല അയാൾ എവിടെ പോയി കിടക്കുവാന്ന്. വിളിക്കുമ്പോ ഇതാ വരണെന്ന് പറയുന്നു. എവിടെയാണോ? അത് ശരിയാ, പപ്പയിലാണ്ട് രണ്ടുപേരും നല്ലോണം കഷ്ടപ്പെടുന്നു തോന്നുന്നു. നല്ലോണം ആകർഷിച്ചാലും ഒട്ടും വയ്യായിരുന്നു. താ നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ വന്നത്. എന്നെ പറ്റിയെന്തോ അറിയത്തൂല, വയ്യെന്നാ പറഞ്ഞേ. അത് വീണ്ടാവൂലോടി, ഇയാൾ എവിടെയെങ്കിലും പോയി കിടന്നിട്ട് എൻ്റെ കുഞ്ഞുങ്ങളായിട്ട് പണി എടുപ്പിക്കുന്നതല്ല എന്നെ. അതൊന്നും വായിക്കത്തില്ല മമ്മി, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും. എന്തുവാ രണ്ട് മമ്മീസും കൂടെ രാവിലെ നടക്കുന്നേ? അയ്യോ ഇതാരേ, സുന്ദരിയോ? എണീറ്റാ നീ? ഇന്നലെ ഉറങ്ങിയോടി? അതാ ജയ്ഡനിട്ട് കഷ്ടപ്പെടുത്തിയോ? പാട്ട് പാടണോ എന്നൊക്കെ പറഞ്ഞു. ഇല്ലല്ലോ, അത് എൻ്റെ ജയ്ഡപ്പയാ. ജയ്ഡപ്പ നിങ്ങളെ പോലല്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അപ്പോൾ എനിക്ക് പാട്ട് പാടി തരും. അച്ചോടാ എൻ്റെ ചുന്നരി. ഇതാ ഈ പാലങ്ങോട്ട് കുടിച്ചേ മാഡം. എനിക്ക് പാല് വേണ്ട ദിശമ്മ. എന്നെ ചെയ്തവൻ പാക്കി കൊണ്ടുപോവാന്ന് പറഞ്ഞു. അമ്മ ജസ്റ്റ് ഒഴിപ്പിച്ചിട്ടാ. ഡ്രസ് ഉടുപ്പിച്ച് തന്നിട്ട് വരുമ്പോ ഇത് കുടിച്ചിട്ട് കടലോടി. മമ്മി ഞാൻ പോയിന്ന് ഡ്രസ് ഉടുപ്പിച്ചിട്ട് വരാം. ആ മോളെ ചെല്ല്, വേഗം വരണം ഡ്രസ് ഇട്ടിട്ട് കേട്ടോ. ഓക്കെ, ബ്യൂട്ടിഫുൾ ആയിട്ട് വരാം. ചെയ്തപ്പ ഈ സോസാപ്പൂ എന്നതുകൊണ്ട് ഞാനിവിടുന്ന് പഠിച്ചതാ. ആ കൊള്ളാം. തേടി പെണ്ണെ, ഇത് ലാസ്റ്റ് ടൈമാണ്. ഇനി പാർക്കിൽ വരണമെന്ന് വല്ല പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ നിനത്തെ റോട്ടി ഇടും കേട്ടോടി. ഓക്കെ ആടാ, അപ്പു ഇതെന്താ വരാത്തതിന് എപ്പോഴും വെയിറ്റ് ചെയ്യും. എടി ഇസേ, നീ ഇതാരെ എടി നോക്കുന്നേ? ഞാൻ വന്നപ്പോൾ ശ്രദ്ധിക്കുക, എന്തോ കള്ളച്ചം. ബോയ് ഫ്രണ്ടിനാണോ ഡി? ബോയ് ഫ്രണ്ട് ഇവരല്ല. ഞാൻ നോക്കുന്നത് അങ്ങോട്ട് നോക്കൂ. അയ്യോ എൻ്റെ ഈശോയെ, ഞാൻ വെഞ്ഞുമായി കാണുന്നേ. കുഞ്ഞോ ചേച്ചി കുറച്ച് ബിസിയായി പോട്ടാ, അതുകൊണ്ട് സോറി. ചേച്ചി വന്നല്ലോ, പിന്നെന്തുവാ? സുഖാണോ സാറെ കുഞ്ഞിന്? സുഖാണോന്ന്? പരമ സുഖം. ഇസയ്ക്കോ? ഇസയ്ക്ക് സുഖാണോ? പിന്നെ ഇസയുടെ ചെയ്തപ്പം സുഖാണോ? ഇസ ഇവിടെ നിൽക്കേ, ഞാൻ ചേച്ചി കൊണ്ട് ഇപ്പം വരാതെ. എന്താ സാർ, എന്തിനാ വിളിപ്പിച്ചു? സാറെന്നോ? ഓ, നിനക്ക് സാറെന്നൊക്കെ വിളിക്കാൻ അറിയാവോ? നീ എന്നെ എന്തോ കണ്ടു വിളിച്ചോണ്ടിരിക്കുന്നേ? നിന്നോട് എത്ര വട്ടം പറഞ്ഞു സാറാ എന്നെ ചായന്ന് വിളിക്കരുതെന്ന്? നീ നിന്റെ പിറകെ എന്തിനാണ്? ഇനി നിന്റെ പിറകെ നടക്കുന്നതിനാണ് സാറാ. എന്നോട് ചേർത്ത് നീ എന്തായാലും കേട്ടല്ലോ. ഇനി മര്യാദ നടന്നോളൂ ഇനിയെങ്കിലും. പോടോ, എൻ്റെ പറയുമെന്ന് വെച്ച് ഇവിടെ വേറെ പയ്യന്മാരില്ലാഞ്ഞിട്ടൊന്നുമല്ല. അയാൾ വന്നേക്കുന്ന ഒരിഷ്ടം തോന്നിപ്പോയി. ഇതെന്നെ പറയാൻ വരത്തില്ല പോരെ. ചേച്ചി പോവാണേ, പിന്നെ വരാം. നീ കാഫിയിൽ പോയിട്ട് ഇന്നൊരുപാട് വർക്കുണ്ട്. സോ ചേച്ചി പിന്നെ വരാട്ടോ. ബൈ. പോവാണോ? ശരി എന്നാലേ
ഇന്ന് വൈകിട്ട് അല്ല ഇന്ന് ഉച്ചയ്ക്ക് വീട്ടിലോട്ട് വാ, നമുക്ക് കളിക്കാം. എങ്ങനെയുണ്ട്? യെസ്, ഗുഡ് ഐഡിയ. ഉറപ്പാണ് കളിക്കാം. പിന്നെ ഈശ ദേ അവിടെ നീ ചോദിച്ച പൂവ് എവിടെ നോക്കിയാണ്? ആ പൂ അതന്നെ അതന്നെ ആ പൂ തന്നെ. ഏ പൂ ആ കണ്ടു കണ്ടു. അങ്ങനെയും തന്നെ വീട്ടിലേക്ക് പോയി കേട്ടോ. ഇനി കാണിക്കാൻ പറ്റുന്ന ചേർത്ത് കാണിക്കാം. അപ്പോൾ ശരി, ബൈ ബൈ ചേച്ചി. ചേട്ടാ പോവാനോ നമുക്ക്? ഇനി ഇതെന്തിനാ വെക്കുന്നത്? എൻ്റെ പാർട്ടി വന്നു പറയുന്നില്ല മടി. യെസ് അഗസ്റ്റിൻ, എന്താടാ? ചരൺ, ഇതിവിടെ കോളേജിലേക്ക് വാ, കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. വേഗം വരണം. എന്റെ ഈശോയെ, ഞാൻ തെന്നുമായി കാണുന്നേ. സോറി ശകുനി, കുറച്ച് വിഷയായിപ്പോയി. അതാ ഇപ്പോഴത്തേക്ക് ഞാൻ ശ്രമിച്ചു. സുഖാണോ ഹാരിക്ക്? Sir, finally we got him. അവന്റെ എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുക? വാവ്, ഇറ്റ്സ് നൈസ്. അതെന്തായാലും നന്നായി. അവന്റെ കാര്യം അധികങ്ങൾ ഉണ്ടാവില്ല. പപ്പ പപ്പ എപ്പോഴാ വന്നേ? നിങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നല്ലോ. എപ്പോഴാ എത്തി? പപ്പ എന്തൊന്നും മിണ്ടാതിരിക്കുന്നേ? ഞാൻ വന്നിട്ട് കുറച്ച് നാളായാണ്. ചേടൻ എന്തേ? അവളെവിടെ? അവരെ കണ്ടില്ല. ചേടൻ എവിടെയാ? ഞാനിവിടെ ഉണ്ട് പപ്പ. ചേടൻ നീ വന്നോ? നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഞാൻ. ഓക്കെ ഓക്കെ അഗസ്റ്റിൻ, ചേടൻ തുടങ്ങിയാലോ? ഓക്കെ പപ്പ, ഓൾറെഡി എന്ത് പപ്പ? എന്തെങ്കിലും സീരിയസ് ആയിട്ട് എന്തെങ്കിലും ക്ലൂ ലൈക്ക് ദാറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. Sharon, we find him the exact location. Oh my god, that is so interesting. But Sharon, there is something wrong here. എന്താ അഗസ്റ്റിൻ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറ. What have I? Sir, actually, he has a brilliant guy. നമുക്ക് അവന്റെ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ കിട്ടിപ്പാട്. അവനവിടെ ഇല്ല. അവൻ ആ ലൊക്കേഷന്റെ പ്രൂഫ് ഡിലീറ്റ് ചെയ്തു. What the fuck are you talking about, Ryan? Are you out of mind, guys? ഇത്രയും ക്ലോസ് ആയിട്ട് you can't? Oh my god! Stupid! Sharon, please calm down. We can find him. You know one thing? അവൻ എന്ത് ഡേഞ്ചർ ആണെന്ന് നമുക്ക് അറിയാം. സോ കുറച്ച് ഇടപെടലൊക്കെ ചെയ്യുന്ന കുറച്ച് ടൈം എടുക്കാടാ. വെയിറ്റ് ചെയ്യുന്നേ. അതെ ചെയ്യാൻ നമുക്ക് അവനെ കണ്ടുപിടിക്കാം. അധികം നാൾ അവന്റെ കയ്യിൽ നിന്ന് നിന്റെ കയ്യിൽ നിന്ന് ഓടും എന്ന് തോന്നുന്നു ചെയ്യാൻ. We can find him. Don't worry. I know അവൻ എത്ര ഡേഞ്ചർ ആണെന്ന് എനിക്കറിയാം. But interesting, ഈ ജെയ്തന്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും ഇത്രയും നാൾ വഴുതി പോയിട്ടുണ്ടെങ്കിൽ എന്നെ ഇത്രയും ചുറ്റിപ്പിച്ച അവനാണ്. സോ അവന്റെ മരണം സോ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഞാൻ നടത്തും. റയാൻ, അവനെ കണ്ടുപിടിക്കാനുള്ള എല്ലാ ഏർപ്പാടും നീ തുടങ്ങിക്കോ. Don't worry. ഇതെന്തുവാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട്? ഇവിടെ ആരും ഇല്ലേ? ആൻറ്റി ആൻറ്റി എന്തുവാടി ഇവിടെ ഉണ്ടായിരുന്നു? വിളിച്ച് പോകുന്നേ. എന്റെ പൊന്നു ആൻറ്റി കുറച്ച് ബിസിയായി പോയി, അതുകൊണ്ടായിരുന്നു. പിന്നെ പരന്ന സുഖ. പിന്നെ ഇല്ലാണ്ടിരിക്കോ? ഞാൻ ഇവിടെ സാറ ചേച്ചിയാ. പിന്നെ ഞാൻ അവളെന്നെ കണ്ടപ്പോൾ ഞാൻ പാർക്കിൽ വെച്ച് അവളെയും ചേട്ടൻ സാറിനെയും കണ്ടായിരുന്നു. അപ്പോൾ അവളാ പറഞ്ഞിട്ട് വരാം, അങ്ങനെ വന്നതാ.
അപ്പൊ വെയിറ്റാക്കുമായിരുന്നു. ഇപ്പോഴാണ് അങ്ങോട്ട് വന്നേ. ഓ, ഇവിടെ സാറ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഒരാൾക്ക് മൈൻഡ് പോലും ഉണ്ടാവില്ല. അല്ലേടി കുട്ടി? അതെല്ലോ, സാര ചേച്ചിന്റെ കിഷ്ടാണ്. സാര ചേച്ചി വാ, നമുക്ക് പോവാ. ഓ, അവരുടെ സന്തോഷം കണ്ടില്ലേ സാറ വന്നപ്പോഴേക്കുള്ള. എന്റെ പൊന്നോ, പിന്നെ അല്ലാണ്ട് സാറ സാറ സാറെന്ന് മാത്രമേ ഉള്ളൂ. അവള് നല്ല കമ്പനി. എനിക്കുള്ള ഭയങ്കര ഇഷ്ടമാണ് സാറ. അപ്പൊ സാറ ചേച്ചി, ഇതാണ് എൻ്റെ ജീവിതപ്പാൻ്റെ ബെഡ്റൂം. എങ്ങനെ ഉണ്ട്? പിന്നെ ഞാൻ പറയുന്ന പ്ലാനൊക്കെ വർത്തിക്കുന്നുണ്ടോ? വരയ്ക്കുന്നുണ്ടോ? ഉണ്ടോന്നോ? നിന്റെ ജേടാപ്പാനെ വളച്ച് ഞാൻ കഴിക്കാത്ത കൂടി. ഓ, കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും വളയ്ക്കും. എന്നെ കൊല്ലാം. സാഹചര്യയുടെ ആയിരുന്നതാ എനിക്കിഷ്ടം. എനിക്കെന്നാ പൂരായിരിക്കുന്നു. നമുക്ക് എന്തെങ്കിലും കളിച്ചാലോ സാര ചേച്ചി? നിനക്ക് ബോറടിക്കുന്നു. നിനക്ക് എന്ത് വേണം? പാട്ട് വേണോ? ഡാൻസ് വേണോ? പറ, നിനക്ക് ഞാൻ സെറ്റാക്കി തരും. പറ മോളൂ, പറ. സാര ചേച്ചി, പാട്ട് വേണ്ട, നമുക്ക് ഡാൻസ് ആയാലോ? വെൽ ഡൺ. ഓക്കെ, ഡാൻസ് ഉണ്ട്, ഡാൻസ്. ഇതാ പിടിച്ചോ. അയ്യോ, ജയ്തപ്പൻ എപ്പോഴാ വന്നേ? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. എന്തുവാ രണ്ടുപേരും കൂടെ എൻ്റെ റൂമിൽ കിടന്ന പരിപാടി? ഇസ താഴേക്ക് ചെല്ല്, മമ്മി വിളിക്കുന്നുണ്ട്. പൊക്കോ, എൻ്റെ ചേച്ചി ഇപ്പോൾ വരും. ശരി ജയ്തപ്പ, ഞാൻ പോവാ. ഞാൻ എന്നാ അങ്ങോട്ട് പോവാ. ശരി സാർ. നിക്കടി അവിടെ. ഒരു അടിയാണെങ്കിൽ പോയത് ഇവിടെ നിന്ന്. ഇല്ല, അനങ്ങത്തില്ല. എന്താ സാർ അവിടെ നിന്ന് സാറാ അടുത്തേക്ക് വരണ്ട. അവിടെ നിൽക്ക്. അടുത്തേക്ക് വേണ്ടല്ലേ? എന്തിനാടി എന്നോട് ചോദിക്കാൻ റൂമിൽ കയറി? നിന്നോടാ ചോദിച്ചത്. എന്തിനാ എന്നോട് ചോദിക്കാതെ റൂമിലേക്ക് കയറിയത്? അത് പിന്നെ മിണ്ടരുത്. നിന്നോട് 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പുറത്തേക്ക് നടന്ന് ശല്യപ്പെടുത്തരുത്. ഫോൺ വിളിച്ച് ശല്യപ്പെടുന്നത് പോരാഞ്ഞിട്ടാണോടി വീട്ടിലോട്ട് കൂടെ വന്നത് ശല്യപ്പെടുത്താൻ? എത്ര വട്ടം ഞാൻ എന്നോട് പറഞ്ഞു എനിക്ക് നീ ഇഷ്ടമല്ലെന്ന്. എനിക്കിഷ്ടമാണ് ചാനെ. ഞാൻ എത്ര വട്ടം ചാനോട് പറഞ്ഞു എനിക്ക് ചാൻ ഇഷ്ടമാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ ചേട്ടൻ പറയാൻ നടക്കുന്നത്? ചേട്ടൻ അതൊന്നും മനസ്സിലാകാത്തത്. എത്ര നാളുകൊണ്ട് നടക്കുക? 2 വർഷം ആവാറായി. ഇനിയും
ചായ എന്നോട് മിസ് പറഞ്ഞൂടെ? ഇത്രയും നാളായില്ല ചായ. പ്ലീസ് ഇനിയെങ്കിലും എന്നോടൊന്ന് മിസ് പറയിച്ചായ. പ്ലീസ് ചായ, ഒന്ന് മിസ് പറയിച്ചായ. പ്ലീസ് ചായ. നിർത്തിക്കോ നീ. എനിക്കിതിനെ ഇഷ്ടമല്ല. ഇതൊന്നും പറയാനുമില്ല. എന്നെ വെറുതെ ശല്യപ്പെടുത്താതെ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ നിൽക്കുന്നതൊക്കെ നല്ലത്. ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് സാറ, ഡോണ്ട് ലവ് യു. എന്നെ കൂടെ അത് പറയുകയായിരുന്നു. നീ ഇവിടെ നിറങ്ങിക്കോ. എനിക്കിത് എന്തൊക്കെ പറ്റുന്നേ. എന്തുവാ എന്നോട് ഒറ്റയ്ക്ക് ഇട്ടിട്ട് ഇവിടെ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? എന്നെ നീ ഒറ്റയ്ക്കായി കളഞ്ഞില്ലേടി? ശരി, എന്നാൽ ഞാൻ അങ്ങോട്ട് പോവാ. പിന്നെ വരുമ്പോൾ കാണാം കേട്ടോ, കള്ളി. ആ ആൻറ്റി, കഫില് വർക്കുണ്ട്, അങ്ങനെ പോവാന്ന് കരുതി. അതാ, പിന്നെ വരാം. അയ്യോ സാർ, നീ പോവാണോ? നീ ഇന്നലെ വന്നിട്ട് പെട്ടെന്ന് കിടന്ന് പോകുന്നേ. കുറച്ച് രൂപ നിൽക്കടി. നിന്നെ കണ്ട് കൊതി പോലെ നിന്നതാ, അതിനിടയ്ക്ക് പോവാ. സാറി വെച്ച് നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും എനിക്ക് അത്യാവശ്യം കഫേ പോകണം. ഇനിയാണ് ചേച്ചി എന്നെ ഹെച്ചേക്കത്തില്ല. അതുകൊണ്ടാ ഇനി വരുമ്പോൾ എന്തായാലും I love you so much. I miss you so much. ഇത്ര നാളായിട്ട് നിന്ന് കണ്ടിട്ട് ഒരുപാട് മിസ് ചെയ്തു. ഓ എൻ്റെ പൊന്നോ, സുഖമാണോ മോളെ? ഞങ്ങൾക്ക് ഞങ്ങൾ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. ഇങ്ങനെയുണ്ട് യാത്രയൊക്കെ? യാത്രയൊക്കെ ഒരു കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. അങ്ങനെ ഇങ്ങോട്ട് വന്നു. പിന്നെ അല്ല, എന്താണ്, സുഖമാണോ നിനക്ക്? ആ, എനിക്ക് സുഖമാണ്. നിനക്കോ? ആടി എനിക്ക്. പിന്നെ മോൾക്ക് സുഖമാണോ? ആ, എനിക്ക് സുഖമാണ്. പിന്നെ ആൻറ്റി, ഇതാരാ? ഇയാളെ ഇവിടെ കണ്ടില്ലല്ലോ. ആരാ അത്? പറഞ്ഞില്ലല്ലോ. മോളെ, ഞാനൊന്ന് പറയാൻ വിട്ടു സംസാരിച്ചതിനിടയിൽ. മോളെ സാറ, ഇതാ ലിസ. മോളെ, ഇതാണ് സാറ, എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ്. Hi Lisa, I'm Sarah Abraham. Nice to meet you. Okay, nice to meet you. Okay. Auntie, ചേട്ടൻ എവിടെയോ? ചേട്ടനെ കണ്ടില്ലല്ലോ ഇത്രയും നേരമായിട്ട്. എവിടെയാ അവൻ? ഇവിടെ ഇല്ലേ? അവനെവിടെ ഉണ്ട്? അവൻ്റെ ഇതാവണ്ടല്ലോ. മമ്മി, ഞാൻ ഓഫീസ് വരെ പോവാം. പപ്പയും അവനും വരുവാണെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ഓഫീസിലുണ്ടാവുന്നു. ലിസ, നീ എപ്പോഴാണ് വന്നേ? സുഖമാണോ നിനക്ക്? എന്താ ചേട്ടാ, എന്നൊന്ന് കണ്ടിട്ട് എന്റെ പൊന്നു ലിസ, അവൻ നിന്നെ വിട്ട് എങ്ങും പോകത്തില്ല. എന്റെ പൊന്നോ. പിന്നെ മോളെ, ഞാൻ പരിചയപ്പെട്ടാൽ മറന്നുപോയി. ലിസ, നമ്മുടെ ജയിലിന്റെ ഫിയാൻസി ആണ് കേട്ടോ. ജയിലൻ കേട്ടാ പോകുന്നു. പെൺകുട്ടിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അജി, എന്നാ ഞാൻ അങ്ങോട്ട് പോവാ. കഫില് പോവാറുണ്ട്. ശരി എന്നാ ലിസ, പിന്നെ അങ്ങോട്ട് പോവാണേ. ശരി. അയ്യോ, പോവാണോ? പിന്നെ വരുമോ? ഓടാ, പിന്നെ വരാം. ശരി ആൻറ്റി. ശരി സാർ. ജൈഡൻ, എത്ര നാളാണ് നിന്നെ കണ്ടിട്ട്? വാ, ഞാൻ ഫ്രഷ് ആയി തരാം. നമുക്കൊന്ന് ഷോപ്പിങ്ങിലൊക്കെ പോയിട്ട് വരാം. എന്നെ പോവാൻ പറ്റും. എന്തായാലും
എനിക്കെന്തായാലും ടൈമില്ല. മമ്മി, ഞാൻ ഓഫീസിലേക്ക് പോവാം. അവരോട് പറഞ്ഞേക്ക്. ശരി എന്നാ. എന്താണെങ്കി ഇവൻ ഇപ്പോഴൊരു മാറ്റമില്ല. ഇതെന്തോ ശരിയാവുണ്ട്. എന്റെ പൊന്നു ലിസ, സമാധാനപ്പെട്ട് മുഴുവൻ ഫ്രഷ് ആകും. ഇനി എനിക്ക് പറഞ്ഞ് സമാധാനിക്കാം. എന്നാകൊന്ന് ഫ്രഷ് ആയിട്ട് വരാൻ. മമ്മിക്ക് എന്തിന്റെ സുഖേടാ? മമ്മിക്ക് അറിയില്ലേ അവനവളെ ഇഷ്ടമല്ലെന്ന്. പിന്നെ എന്ത് നമ്മൾ അവനെ നിർബന്ധിക്കുന്നത്? പാവം ചെയ്യണം. അവളെ കണ്ണൊന്നുമില്ല അവൻ ഇഷ്ടമല്ല. പിന്നെ എന്റെ പൊന്നു മോളെ എനിക്കറിയാം. ഞാനിപ്പോൾ അതിനിപ്പോൾ എന്താ ചെയ്യാം? ഒരച്ഛനും മോനും തമ്മിലിടയില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ? അവൻ ഇഷ്ടമാണ്. അവൻ എന്നെ കഴിക്കട്ടെ. അതെന്തായാലും ആവട്ടെ. നീ വാ. ചേച്ചി എന്തോ പറ്റി? ഓ, ഈ യുവദാസ് എവിടെ പോയി കിടക്കുക? സമയത്തിന് വരാനും പറഞ്ഞിട്ടും വരത്തുമില്ല. അവരുടെ വായിരുന്ന മുഴുവൻ അവന്നു. ഓ, നീടെ എവിടെ പോയി കിടക്കുവായിരുന്നടി? നിന്നെ ഇട്ടൊക്കെ നോക്കി. നിന്റെ വായിക്കത്തിന്റെ നാവില്ലടി. പിന്നെ നിങ്ങളാണ് ചോദിക്കണേ. ഓ, എന്റെ പൊന്ന് സാറ വളർന്നു വരെ പറയി. സാറാ സാറാ എടി, എന്നാ പറ്റാടി? എന്താ എന്റെ മുഖം പരിവായിരുന്നേ? സാറാ എടി, എടി സാറ മോഹൻ നിർത്തടി. എന്താടി എടി ഇങ്ങോട്ട് പറഞ്ഞാറാ? ഓ, വീണ്ടും ആളെ കണ്ടാണ്. വീണ്ടും വാറ വെച്ച് കിട്ടിയാണ് അല്ലേ? നിനക്ക് എന്താണ് സാറാ? ഇവിടെ എത്ര വട്ടം പറയാനുള്ള ബാക്കി പോകുന്നത്? ഇതൊക്കെ മനസ്സിലാവത്തില്ല സാറാ. എനിക്ക് പറയാം. എനിക്കറിയാലോ ഞാൻ രക്ഷിച്ചു തരാളാ. എനിക്ക് തോന്നി ഇഷ്ടം. ഒരിക്കലും അനുഭവിച്ചാലും പറ്റില്ലല്ലോ സാറാ. പോട്ടെ പോട്ടെ പോട്ടെ, നിങ്ങൾ വാ. ഒന്നുമില്ല, നമുക്കെല്ലാം ശരിയാക്കാം. വീട്ടിലായിരിക്കും. ഓ, ഈ ഭ്രാന്ത് പിടിച്ച പണ്ടാരക്കാലത്ത് എവിടെ പോയി കിടക്കുവാണ്? ഇവളെ കണ്ടാൽ ഒറ്റ സമയം മുതലേ അവൾ ഇങ്ങനെ എനിക്ക് പണിതരാൻ വേണ്ടി നിർത്തി. ഇതെവിടെ പോയി കിടക്കുവാണ്? എടി അന, അവിടെ വന്നില്ലേ എടി? ചേച്ചി ഇപ്പൊ കിടന്ന് തുള്ളൽ തുടങ്ങും. എനിക്കറിയാൻ മേലെ ഇനി അത് എന്താണ് പറയാൻ പോകുന്നത്. എന്താ ചെയ്യുന്നത്? എന്തുവാ രണ്ടോരും കൂടെ ഒരു കുശുശിപ്പ്? ആരെന്ത് പറയുന്ന? അത് പിന്നെ ആ പെണ്ണ് ആ സാറ വന്നില്ലേ ചേച്ചി, അതിനെ കുറിച്ച്. ചേച്ചി സാറ ആ പെണ്ണ് വീണ്ടും ലേറ്റായി. അവള് വീണ്ടും ലേറ്റായോ? അവൾക്ക് ലാസ്റ്റ് വാണിംഗ് ആണ്. കാരണം നിനക്കൂടെ നീ കൂടെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത്. നിന്റെ ഒത്തല്ലേ വരുന്നത്. പിന്നെന്താ എന്നെന്താ അവൾ താമസിക്കുന്നത്? അത് പിന്നെ ചേച്ചി എനിക്കറിയില്ല അവൾ എന്താ താമസിക്കുന്നതെന്ന്. അവള് പറഞ്ഞു ചേച്ചി എന്നെ സംസാരിച്ചു. എനിക്കറിയാൻ വേണ്ടില്ല. ഹായ് ചേച്ചി. അതുകൊണ്ട് ചേച്ചി എന്താണ് ലേറ്റായത്? ഭയങ്കര വലിയൊരു കഥയാണ് ചേച്ചി. അത് പിന്നെ പാത്രങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ചേച്ചി. ഇനി ലേറ്റാകൂല. നിർത്തിക്കോ സാറാ, നിന്റെ അവസാനത്താണ്. പോയി വർക്ക് ചെയ്യാൻ നോക്ക്. ഇപ്പോൾ ലേറ്റാവാൻ വന്നു. ഇനി ലേറ്റാ നിന്നെ ചാടി കളഞ്ഞു. എന്നാടി നിനക്ക് തരം പോകണോടി? കിട്ടുന്നേ നിനക്ക് പറഞ്ഞേക്ക് നേരെ തന്നോട് സാറാ. എന്നാടി ഇതുവാടി നിന്റെ മുതലക്കണ്ണിക്ക് മര്യാദയ്ക്ക് ആ പാത്രം കൂടെ കഴിവയ്ക്ക്. എനിക്ക് വയ്യ നീ അടി കൊള്ളാൻ. ആൾക്കാരെ പോകുന്ന അടി വയ്യ. രണ്ടും കൂടെ തല്ലി പിടിഞ്ഞിട്ട് നെഞ്ചത്തോടെ കരളേ ഈശോയെ. പുറത്തിന്നാണല്ല മഴ. എന്തേലും ചൂടോടെ കഴിക്കാവുന്ന അല്ല റസി? ആടി നല്ല പരിപ്പോടെയും കട്ടൻ ചായ കൂടെ കൂട്ടി. അയ്യോ, ഈ ജീവിതം എന്തിന്റെ ഭഗവാനെ എനിക്ക് എന്റെ ഭ്രാന്തികളെ നീക്കിവിടെ കൊതി വിട്ടോണ്ടിരിക്കാ. അപ്പൻ്റെ അവിടെ ആ സാറാ ഡി അവിടെ കസ്റ്റമർ വന്നിരിക്കുക. വേഗം കൊണ്ട് ചെല്ലും. എന്റെ സ്ഥിരം കസ്റ്റമറാ. ഓക്കെ മൈഡാവും, ഞാൻ പോയിട്ട് വരാം. എന്നാ അടിക്കണ്ടോണ്ട് കുശിക്കുന്നത്? എന്തായി കട കൂടിക്കാൻ തന്നെയാണോ? നീ അവളെ കൂടി എനിക്ക് പണി തരരുത്. ഞാൻ തൊഴുവാനുണ്ട്. എടി അതൊന്നുമല്ല, നമ്മളിങ്ങനെ ആലോചിക്കാം. എടി വൈകിട്ട് നമുക്ക് പടത്തിന് പോയാലോ? ഇങ്ങനെ ഇവിടെ ഇരുന്നിരുന്ന് അല്ലേ? ഈ പടത്തിന് ഒരുപാട് ആളുകൾ പോയിട്ട്
ഞാൻ ക്രാന്തിനെ വിളിച്ചു. നമുക്ക് പടത്തിന് പോയി ചെറുതായിട്ട് വിളിച്ചിട്ടൊക്കെ വരാം. എന്ത്? അത് ശരിയാ. പക്ഷെ അവള് വരുമോ? അവള് വന്നാൽ വിളിക്കുന്ന ആലോചിക്കാം. പിന്നെ വരാൻ ചാൻസ് കുറവാണ്. അവള് വരില്ല. പക്ഷേ നീ പറഞ്ഞ അവള് വരും. ഇവിടെ അവർക്ക് ആരെങ്കിലും പേടിയിട്ടുണ്ടെങ്കിൽ നിന്നെയാണല്ലോ. അത് ശരിയാ. അവള് വന്നില്ലെങ്കിൽ അവളെ കുത്തിനെ പിടിച്ചിട്ട് ഞാൻ വരും. അതാണ്. സോ ഗുഡ് മോർണിംഗ് സാർ. സാർ കൂടെ എന്തൊന്നും പറഞ്ഞില്ല. ഇസ ഹായ്. ഹായ് ചേച്ചി. ചേച്ചി ഇതാണ് എൻ്റെ പപ്പ. പപ്പ ദിസ് ഹായ് ചേച്ചി. ഹായ് സാർ. ഗുഡ് മോർണിംഗ് സാർ. സാർ ഇസയുടെ പപ്പയാണല്ലേ? ഈസയുടെ പപ്പയാ. ഈസ എപ്പോഴും പറയാറുണ്ട് എൻ്റെ കാര്യം. ഓക്കെ സാർ. നല്ല കമ്പനിയാണ്. അതാ സാർ എന്താ വേണ്ടതെന്ന് പറഞ്ഞില്ല. ഓർഡർ ഓർഡർ ഡെയിലി ചെയ്യുന്ന സാധനം മതി കേട്ടോ. അത് മതി. ഓക്കെ, എന്താണോ ഡെയിലി ചെയ്യുന്നത് അത് മതി കേട്ടോ. താങ്ക് യു. താങ്ക് യു സാർ. ഞാൻ ഇത് തന്നേക്കാം സാർ. 10 minutes വെയിറ്റ് ചെയ്യും. ഇപ്പോൾ ഓർഡർ ആരും കേട്ടോ. താങ്ക് യു. ഞങ്ങൾ പോവാണ്. നാളെ വരുമ്പോൾ നീ കാണാമേ. ചേച്ചിൻ്റെ ഫ്ലവേഴ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. താങ്ക് യു. ആടാ ശരി. എന്നാൽ നാളെ വരുമ്പോൾ കാണാം. ശരി സാർ. നാളെ വരുമ്പോൾ എന്തായാലും കാണാം. ആണോ? ശരിയല്ല. നൈസ് ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു. അപ്പോൾ ഈസ നമുക്കൊന്ന് ഇറങ്ങിയാലോ? ശരി കേട്ടോ. ബൈ. എൻ്റെ ഈശോയെ, എൻ്റെ വയർ വിശന്നിട്ടാണ് കണ്ണും കാണാൻ വയ്യ. റോസേ ഇന്നലെ കഴിച്ചെടുക്കടി. റോസേ ഇടി ആ കൊച്ചിൻ്റെ കൂടെ വന്ന ആളാരാടി? പിന്നെ സ്ട്രക്ചർ ബോഡിയാടി. ഇടി അത് ആരാടി? എനിക്കും സെറ്റാക്കിയത്. എൻ്റെ പൊന്ന് റോസേ, നിനക്ക് തലക്ക് വിളിക്കില്ലേ? കൊച്ചിൻ്റെ തന്തയാടിയത്. എൻ്റെ ഈശോ സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ലടി തന്തയാണെന്ന്. തന്ത വൈബല്ലയാണ്. അത് പോട്ടെ. അതുപോലെ ഇന്ന് നമ്മൾ മൂവിക്ക് പോകുന്നുണ്ട്. നീ വരണം കേട്ടോ. ബെസ്റ്റ്. ഞാൻ മൂവിക്ക് വന്നിരിക്കുക. നിനക്ക് വേറെ എന്തെല്ലാം ഉണ്ട്? എനിക്കങ്ങ് വയ്യ. നീ ഒന്ന് ചുമ്മാ ഇരുന്ന് മൂവിക്ക് വരാൻ. നീ വരും. എനിക്ക് വയ്യ. എനിക്ക് വയ്യ. നിങ്ങൾ പോയിട്ട് വാ. ഞാൻ പിന്നെ ഒരു ദിവസം വരാം. പ്ലീസ് ഞാൻ പിന്നെ വരാടി. നീ നോക്കാതെ പിന്നെ ഒരു ദിവസം വരാൻ നിർത്തിക്കും. പിന്നെ തലയാട്ട് പൊട്ടിക്കും. നീ എൻ്റെ കൂടെ ഇന്ന് വന്നില്ലെങ്കിൽ സാറാ നീ എൻ്റെ കൂടെ കിടക്കൂല. ഞാൻ കൊല്ലുന്നില്ല. ഞാൻ പറഞ്ഞതാണ് കേട്ടല്ലോ. മര്യാദയ്ക്ക് ഇന്ന് ഞങ്ങളവിടെ വന്നില്ലെങ്കിൽ കൊണ്ടുവന്നില്ല കേട്ടല്ലോ. വരും. ഞാൻ വരും. എൻ്റെ ഹാള വെച്ചാൽ ഞാൻ വരും. എനിക്കെന്താ ചെറുപ്പം തൊട്ടറിയാടി. എനിക്ക് ഭ്രാന്താണ്. ഞാൻ വരും. ഒരു പ്രശ്നമില്ല. ഞാൻ ഇത് കഴിഞ്ഞിട്ട് വരാം. നിങ്ങൾ നോക്കൂ. ഇത് ലാസ്റ്റാണ്. അത് എഴുതിയാൽ വരാം. ഓക്കെ. എന്നാ നമുക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ എടി പെണ്ണുങ്ങളെ, നിങ്ങൾ എവിടെ? ഞാൻ ഇപ്പം ഇറങ്ങി. ആടി ഞാൻ വരാം. ശരി. ഇല്ലെങ്കിൽ ഞാൻ വന്നോളാം. ഈ മഴയത്ത് ഈ റോഡിൽ കൂടെ വരണ്ടായിരുന്നു. ഏത് നേരത്ത് തോന്നിയ ബുദ്ധിയാന്തം. ചുമ്മാ അല്ലേ എന്നെ എല്ലാവരും മണ്ട കുത്തുന്നില്ലേ? ഇവളുമാർ കോള് കൊടുക്കുന്നില്ലല്ലോ. എന്തായാലും നടക്കാം. ഇവിടെ നിന്നിട്ട് എന്താ മഴയും വേണം. എന്നാരും പിന്തുടരുന്ന പോലെ തോന്നുമല്ലോ. തിരിഞ്ഞു നോക്കണം. സാറ ഒന്നുമില്ല. തിരിഞ്ഞു നോക്ക്. അതാരാ? ആരാ? മാറ്. വഴുന്ന് മാറ്. അങ്ങനെ മാറാൻ പറ്റില്ലല്ലോ. പ്ലീസ് വഴുന്ന് മാറ്. നീ കാള് മാറുക. ഒന്ന് വാടി. ഈ നാട് റോട്ടിൽ കൂടെ എവിടെ പ്ലീസ് somebody help me. പ്ലീസ് ബഹളം ഉണ്ടാക്കിയ പ്ലീസ് somebody help me. മാറ് പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇവിടെ വാടി. ഓടരുത് പ്ലീസ്.
somebody help me. Please, please, don't come. Don't come. Please, please. Sir, please, please help me. Sir. നിക്കലുണ്ട്. Sir, please, please help me. എനിക്കറിയാം സാർ, please, please help me. എന്തൊക്കെ ചെയ്യാൻ പോകും സാർ, പ്ലീസ്. എവിടെ തടി സാർ പ്ലീസ് സാർ, പ്ലീസ് സാർ ഹെൽപ്പ് മീ. സാർ ഇവിടെ നിൽക്കും. എങ്ങോട്ടാണ് ഈ ഓടുന്നത്? ഞങ്ങളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിച്ചു. നിന്നെപ്പോഴും ഒരെങ്ങോട്ട് വാടിയ കണ്ട് കൊതി. പ്ലീസ്. അതെ, എന്നൊന്ന് വിട്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കൈയെടുക്ക്. സോറി സാർ, സോറി. താങ്ക് യു സാർ, താങ്ക് യു. താനെന്തിനാ ഈ രാത്രി ഈ വഴി കൂടെ നടക്കുന്നത്? എനിക്കറിയത്തില്ലേ ഈ ഇരുട്ട് വഴിയൊന്നും കോൾസിന് സേഫ് അല്ലെന്ന്. പിന്നെ താനെന്തിനാ ഈ വഴി കൂടെ നടക്കുന്നത്? എന്തെങ്കിലും റീസൺ ഉണ്ടാവാതിരിക്കില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. അത് പിന്നെ സാർ, എൻ്റെ ഫ്രണ്ട്സ് അവർ അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അതായിരുന്നു. ഓ, അങ്ങനെയാണല്ലേ. താങ്ക. പിന്നെ സാർ, പിന്നെ താങ്ക് യു സാർ, താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ. താങ്ക് യു സാർ. ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല സാറിനെ ഹെൽപ്പ് ചെയ്യുമെന്ന്. അത് പിന്നെ ആരാലെങ്കിൽ ഹെൽപ്പ് ചെയ്യും. ഓ സോറി സാർ, താങ്ക് യു സോ മച്ച്. ഞാൻ അതിൻ്റെ ഒരു ഫ്ലോയിൽ പറഞ്ഞതാ, സോറി. ഓ, ഇറ്റ്സ് ഓക്കെ. താൻ പിന്നെ ഇവിടെ നിൽക്കുവാണോ അതോ എന്താ ചെയ്യാൻ പോവാ? വരുന്നുണ്ടെങ്കിൽ വാ. വരുന്നുണ്ടേ വന്ന് വണ്ടിയിലേക്ക് കയറും. അല്ലെങ്കിൽ ഈ നൈറ്റ് ഇവിടെ തന്നെ നിൽക്കുവാണെങ്കിൽ നിന്നോ, എനിക്ക് ഇഷ്യൂ ഒന്നുമില്ല. അയ്യോ, എന്നെ അതിനെ വേണ്ടി നിർത്തി. എന്നെ ഇനി ഇവിടെ നിന്ന് ഇറക്കി വിടാനോ വല്ല പോവാണോ? ഈ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, ഇങ്ങനെ ദേഷ്യപ്പെടാൻ വേണ്ടിയൊന്നുമില്ല. ഇങ്ങനെ സ്മോക്ക് ചെയ്യുന്നതൊന്നും അത്ര നല്ലതല്ല ഹെൽത്തിന്. ഈ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് മരിച്ചു പോകുമെന്നാണ് പറയുന്നത്. അതൊന്നും അറിയില്ലേ സാറിന്? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി കേട്ടല്ലോ. ഞാൻ സ്മോക്ക് ചെയ്യണോ വേണ്ടി ഞാനുള്ള തീരുമാനിക്കുന്നത്. സോ മീഡിയ ലിമിറ്റ്സ് വാ അടച്ചു തന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ തള്ളി ഇറക്കും. സോറി സാർ, ഞാൻ അറിയാണ്ട്. സോറി. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളെ കിടപ്പ് വശം. എന്നാലും നിങ്ങൾക്ക് എങ്ങനെ ഒരാളെ തോന്നി? എന്നാടി എനിക്ക് തോന്നിക്കൂടെ? നീ അയാളെ കാണേണ്ടതാ. എന്താ ലുക്കാന്നറിയോ? ഇപ്പൊ അതല്ലല്ലോ അടുത്ത വിഷയം. അതന്നെ, ഇപ്പൊ അതല്ലല്ലോ അടുത്ത വിഷയം. എന്നാലും നിനക്ക് ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ
നമുക്ക് അയാളെ വളച്ചുപ്പിലാക്കാം. അതെ, നീ വിഷമിക്കാതിരിക്കും, നമ്മൾ സെറ്റാക്കാം. We can do it. ഞാൻ ആദ്യമായിട്ട് ആഗ്രഹിച്ചതാണ്. സോ നമ്മൾ അയാളെ വളച്ചു കുപ്പിയിലാക്കും. ഓക്കെ, യെസ്, we are ready. We can do it. Yeah, we can do it. Yeah. അങ്ങനെ നമ്മളെ ടീം നമ്മളെല്ലാവരുടെ ടീമാണ്. ഈ ടീമിന്റെ പേരിടണം. ഇനിയിപ്പോൾ എന്നാ പേരിടും ഞാൻ? പിക്കാച്ചു. ടീം ഇസ് പിക്കാച്ചു. ടീം പിക്കാച്ചു. ഇവിടെ നമ്മുടെ മിഷൻ ആരംഭിക്കുകയാണ്. അയാളെ കണ്ടുപിടിക്കണം. ഇച്ചായനെ കണ്ടുപിടിക്കണം. ഇത് നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിക്കണം. നീ പറ, എന്തെന്നും പറഞ്ഞ് കണ്ടുപിടിക്കാം. അയാളൊരു സുന്ദരനാണ്. അപ്പൊ കണ്ടുപിടിക്കാം. വെയിറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. എന്തുവാ മൂന്നെണ്ണം കൂടി ഡ്യൂട്ടി ടൈമില്? മൂന്നും കൂടി ഇവിടെ എന്തുവാ കാണിക്കുന്നേ? ഇത് ചന്തയാണോ അതോ കഫയാണോ? അതിങ്ങനെ ചേച്ചി, നമ്മളിങ്ങനെ പറഞ്ഞ മനുഷ്യല്ലേ, അയാളെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. എങ്ങനെ അയാളെ കയ്യിലെടുക്കാമെന്ന്. നമ്മൾ ടീമുണ്ട് ചേച്ചി, ടീം പിക്കാച്ചു. ഈ ടീം പിക്കാച്ചു ആലോചിക്കും. ചേച്ചിയുടെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ട്? പിന്നെ ചേച്ചിയുടെ ഐഡിയ പറയണ്ട. ഞങ്ങൾ സെറ്റായിക്കോളാം. ഞങ്ങൾ എങ്ങനെയെങ്കിലും കഥ വളച്ചെടുക്കാം. ഇപ്പൊ എന്നാ വെച്ച് തന്നെ ഇടി മുതുവാടി ഒരു അടിപൊളി സാധനം അവിടെ വന്ന് എൻ്റെ സാറാ ഒന്നങ്ങോട്ട് നോക്കിയേ. ഒന്ന് എനിക്ക് പോയി എൻ്റെ ചായൻ്റെ അടുത്ത് എത്തത്ത് പോലും ഇല്ല. അവളുടെ ഓ മൈ ഗോഡ്, നീ ഇത് പ്രാർത്ഥന കേട്ടോ? എടി, ഇതാ ഞാൻ പറഞ്ഞേ, എൻ്റെ ചായ എങ്ങനെയുണ്ട്? എൻ്റെ പൊന്നു മോളെ, ചുമ്മാ അല്ല നീ തലയും കൊത്തി വീണത്. എന്നാലും കളിച്ചാണ് കാണാൻ സൂപ്പറാടി, അടിപൊളി. അയാൾ കാണാൻ കൈസ, അയാളുടെ കൈ കണ്ടില്ലേ? ഒരടി കിട്ടിയ അത് ചാവും. സാറാ, ഇത് വേണോ? ഇത് വേണം, ഇതേ വേണ്ടി. പിന്നെ ഇതെന്ത് ചെലൊക്കെ പിന്നെ അയാളെ പോയി ഞാൻ വളർത്തിട്ട് വരാം. പോയി ഓർഡർ എടുത്തിട്ട് വരാം കുട്ടോ. ഇവിടെയാണ് ഓക്കെ. അതെ സാർ, ഞാൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കഫയാണ്. ചേച്ചി എടുക്കുക. താങ്ക് യു സോ മച്ച് സാർ. ഇറ്റ്സ് ഓക്കെ, ഒരു പ്രശ്നമില്ല. ഇസാ, വാ നമുക്ക് പോവാം. ഓ, ഇയാളെന്ത് മുരടനാണ്. ഇയാളെ ഞാൻ ഇങ്ങനെ വളച്ചെടുക്കാനാണ് എൻ്റെ ഈശോയെ. വല്ല വഴിഞ്ഞ് കാട്ടിത്തരണേ. എനിക്കറിയാൻ ഇയാളെങ്കിലും വളച്ചെടുക്കുമെന്ന്. ചെടി, അത് തന്നെ ഞാനും ചോദിക്കുന്നേ. ഇയാളെ നമ്മളിനി എങ്ങനെ വളച്ചെടുക്കും? നിനക്കൊണ്ട് വളയ്ക്കാൻ പറ്റുമോ ഇയാളെ? ഇയാളൊരു നടക്കി പോകുന്നു തോന്നുന്നില്ല. ഇത് പറ്റുമോ സാറാ? പറ്റുമോന്ന് എന്നോടാണ് നീ കളിക്കുന്നേ? ചന്തുവിൻ്റെ കളരി കാണാതിരിക്കുന്നതാണ്. പക്ഷേ കമ്പനി കാണാതിരിക്കുന്നതാണ്. ബൈക്കിൻ്റെ വാച്ച ഇടി കൊള്ളാതിരുന്നാൽ മതി. ഇവളിത് എന്നതാ വിളിക്കാത്ത? അല്ലെങ്കിൽ നേരത്തെ കാലത്ത് വിളിക്കുന്നതാണ്. ഇങ്ങനെ ഞാൻ പറയുന്നത് കൂടിപ്പോയോ? അതുകൊണ്ടാണോ ഇനി വിളിക്കാത്തത്? പാവം, കൂടിപ്പോയി തോന്നുന്നു. എനിക്കിപ്പോൾ എല്ലാ ആളെ വിളിച്ചില്ലെങ്കിൽ നിനക്ക് എന്നതാ ചേടാ? അവളെ വിളിച്ചാലും നിനക്കിപ്പം അയാളെ വിളിക്കുന്നല്ലോ. എടുക്കണോ? ആ, എടുത്തേക്കാം. എന്നെ വിളിക്കുന്നില്ലേ? എന്നെ എടുക്കാറില്ല. ഹലോ,
ചായ. നീ എന്നാത്തിന് എന്നെ കിടന്ന് വിളിക്കുന്നേ? ഇവിടെ എത്ര വട്ടം പറഞ്ഞു ഇതിന് ഇഷ്ടമല്ലെന്ന്. നീ പിന്നെ എന്തിനാ ഇങ്ങനെ വിളിക്കുന്നേ? ബിക്കോസ് എനിക്ക് ചില ഭയങ്കര ഇഷ്ടം. ഐ ലവ് യു മോർ ദാൻ ഐ തിങ്ക്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീണ്ടും വീണ്ടും വിളിക്കുന്നത്. കേട്ടോ മിസ്റ്റർ? ഞാൻ ഇത്രയ്ക്കും പറഞ്ഞിട്ടു നിനക്ക് വിളിക്കാനുള്ള നിന്റെ ധൈര്യം സമ്മതിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഞാൻ പറഞ്ഞിട്ടു. അതിനിപ്പോൾ എന്താ, എൻ്റെ ചാനലല്ലേ, എനിക്ക് വിളിക്കാനൊക്കെ അധികാരമുണ്ട്. സോ അതുകൊണ്ട് ഞാൻ വിളിക്കും. നിങ്ങൾ എന്ത് വേണം ചെയ്യൂ. മര്യാദയ്ക്ക് എൻ്റെ പിള്ളേരെ നോക്കി എന്നെ നോക്കി മര്യാദയ്ക്ക് എൻ്റെ വീട്ടിലിടുന്നതാണ് അയാൾ. മതി മതി, സംസാരമൊക്കെ കൊള്ളാം. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇനി ഇതിലോട്ട് വിളിക്കരുത് കേട്ടല്ലോ. അത് പിന്നെ കട്ടാകിയോ ഈ മനുഷ്യനത് എന്തോ പാവം. ഞാൻ എന്തിനാ അവൾ ഇങ്ങനെ ഇട്ട്? ശേ, ആ പാവം എന്തിനാ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇട്ട്? എനിക്കിത് എന്താ പറ്റുന്നേ? എനിക്കെന്താ ഇത്ര സങ്കടം? ബിക്കോസ് യു ലവ് ഹർ, ദാറ്റ് വാസ് ദ റീസൺ. അഗസ്റ്റിനോ, നീ എപ്പോഴും കൊണ്ട് വന്നേ? കേരള എന്തേലും ഉണ്ടോ? നീ എങ്ങനെ വിഷയമൊന്നും മാറ്റണ്ട. എന്തിനാണ് ആ പാവത്തിന് ഇങ്ങനെ ഇട്ട് വട്ടം ചുറ്റിക്കുന്നത്? എനിക്കറിയാം എന്താണ് നിൻ്റെ മനസ്സിലെന്ന്. ഇനിയെങ്കിലും തുറന്ന് പറയാൻ നോക്കും ചെയ്യടാൻ. അല്ലെങ്കിൽ ഇത് വീണ്ടും അഗസ്റ്റിൻ നിർത്ത്. നീ അത് വിട്. നീ ഇപ്പോൾ വന്നതിനുള്ള കാര്യം എന്തെന്ന് പറ. എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് അത് മാത്രം നീ പറ. വേറെ ഒന്നും നീ കേൾക്കണ്ട. ഓക്കെ നീ റിലാക്സ് ആവും. വേറെ ഒന്നുമില്ല. ഞാൻ വന്നത് ഇവിടെ പപ്പ എല്ലാവരെയും വിളിക്കുന്നുണ്ട് എന്തോ പറയാൻ. സോ നീ കൂടെ വാ, നമുക്കൊത്ത് പോവാം. ഓക്കെ, നീ ചെല്ല്, ഞാൻ വരാം. പിന്നെ ഈ ദേഷ്യം കാണുമ്പോൾ തന്നെ അറിയാം. ചെല്ല് ഞാൻ അങ്ങോട്ട് വരാം. അല്ല നീ വാ, ഞാൻ പോവാം. ഓക്കെ ശേ, എനിക്കിത് എന്നതാ പറ്റുന്നേ? ഞാൻ എന്തിനാ അതൊന്നും വേണ്ട ചേട്ടൻ. നിനക്കറിയാമോ എൻ്റെ സിറ്റുവേഷൻ? നീ കാരണം വേറൊരാൾക്ക് നോ, യു ക്യാൻ ലവ് ഹർ. ഓക്കെ. ഈ രാത്രി എവിടെ മോളെ? കുഞ്ഞുറങ്ങിയോ? ഉറങ്ങി മമ്മി. കുഞ്ഞിത ഉറങ്ങിയിട്ട് കുറച്ച് നേരം ആയുള്ളൂ. കുറച്ച് നേരം ഇവിടെ തന്നെ കളിച്ചിട്ടാണ് ഉറങ്ങി. എന്തിനാണ് വിളിപ്പിച്ചേ? എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ വിളിപ്പിച്ചേ എന്തായിരിക്കും? എന്തെങ്കിലും പറയേ. ഈ രാത്രി എന്നെ എടുപ്പിച്ചത് എന്തെങ്കിലും ഉണ്ടോ? അറിയില്ലടാ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ എല്ലാവരും മുൻപ് പറയും. അപ്പോൾ അറിയാമായിരിക്കും. പാപ്പ പറയൂ, എന്താണ് ഇഷ്യൂ? ഇതിലുണ്ടെങ്കിൽ പറയൂ. മനസ്സിൽ ടെൻഷൻ അടിപ്പിക്കാതെ. ടെൻഷൻ അടിക്കാവുന്നില്ലടാ. ഞാൻ കരുതി ഒരു ചെറിയൊരു പിക്നിക്ക് പോവാന്ന്. എൻ്റെ കുഞ്ഞ് കുറേ ദിവസം കൊണ്ട് പറയാം. എൻ്റെ മമ്മിയും പറയാം. പിന്നെ അത് നടക്കട്ടെ എന്ന് വിചാരിച്ചു. ഒരുപാട് സന്തോഷം. അതെ സാറാ. അതെ മമ്മി, എന്താ നമുക്ക് നാളെ പോകുമ്പോൾ സാറാനോട് വിളിക്കാം. അവൾ പറയുന്നുണ്ട് അവിടെ. അല്ലേ മമ്മി? അത് ശരിയാ മോളെ. സാറയോട് നിർത്തി ആൾക്കൊന്ന് വന്നാലേ ഒരു അവൾ എങ്ങനെ പിക്നിക്ക് പോവാ. അതെന്തിനാ അവരെയൊക്കെ വിളിക്കുന്നേ? ഫാമിലി ആയിട്ട് പോകുമ്പോൾ എന്തിനാ വേറെ വിളിക്കുന്നേ? അതിൻ്റെ ആവശ്യമുണ്ട് മമ്മി. എഴുതൊന്നുമില്ല. അവൾ ഔട്ട് ഓഫ് നല്ലതിന്. ഏയ് സ്റ്റോപ്പ് ഇറ്റ്. ആരാ വിളിക്കണം ഞങ്ങളെ തീരുമാനിക്കും. നീയല്ല. ഓക്കെ, പപ്പയും മമ്മിയും പറയുന്നതെന്തോ അത് നടന്നാൽ മതി. ഇപ്പോൾ സാറെ വിളിക്കുന്നത് നിനക്കെന്താ? കേട്ടോ, അണ്ടർസ്റ്റാൻഡ്? വീണ്ടും ലിമിറ്റ്സ്. ഓക്കെ, അപ്പോൾ എന്താ ഇത്രേ ഉള്ളൂ. സാറേനോട് നാളെ വിളിച്ചേക്ക്. കുഞ്ഞിനെ കണ്ടിട്ട് കുറേ നാളായി. അപ്പോൾ എന്താ പിന്നെന്താണ്? പിന്നൊന്നുമില്ല. എല്ലാവരും പോയി കിടന്നു. നാളെ രാവിലെ തന്നെ എണീക്കണം. ഓക്കെ, പെൺപിള്ളകളെല്ലാം പൊക്കോട്ടെ. ശരി സാറേ, നീ വിളിക്കണേ. അതിന് ഞാൻ വിളിച്ചോളാം. ശരി അന്ന മോളെ പൊക്കോ. കുഞ്ഞിട്ടേക്കല്ലേ? ശരി അമ്മ. ഞാൻ സാറേ വിളിച്ചോളാം. അമ്മ വിളിക്കണ്ട.
പിന്നെ ചായ ഞാൻ അങ്ങോട്ട് പോവാണേ. ശരി, നേരത്തെ വന്നേക്കണേ റൂമിലോട്ട്. അമ്മ പോയല്ലോ. അടി നീ ചെല്ല്, ഞാൻ വന്നേക്കാം. ചേരാൻ അഗസ്റ്റിൻ നമ്മൾ കരുതിയിരിക്കണം. എന്താ അപ്പ എന്തേലും ഇഷ്യൂ? എന്തുകൊണ്ട് അല്ലാണ്ട് പപ്പ പെട്ടെന്നൊരു പെഗ്നന്റ് എന്തുകൊണ്ട് കൊണ്ടുവരാൻ? സീരിയസ് ആയിട്ടൊരു കാര്യമുണ്ട്. നമ്മളെപ്പോഴും സൂക്ഷിച്ചിരിക്കുക. അവൻ എപ്പോഴാണ് അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. യു നോ വൺ തിങ്, ഹീസ് എ ഡേഞ്ചറസ് വൺ. വി ക്യാൻ നമുക്ക് നമ്മുടെ ഫാമിലിയാണ് വലുത്. സോ നമ്മൾ മൂന്ന് പേരും വളരെ അലേർട്ടായിരിക്കണം. ഓക്കെ പപ്പ, നമ്മൾ അലേർട്ടായിരിക്കും. യെസ് പപ്പ, യു ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. വി ക്യാൻ മാനേജ്. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും നിന്നെ വിളിച്ചതല്ലേ, നീ അടിപൊളിയായിട്ട് പോ. ഇന്ന് നീ ആ വളച്ചെടുക്കുക കയ്യില്ലേ, പിന്നെ അല്ലാണ്ട് ഇന്ന് ഞാൻ ആ വളയ്ക്കും. എന്താണ് വളർന്നില്ലെങ്കിൽ ഞാൻ വളർത്തിക്കും. കുറച്ച് വർഷമായി വരകെ നടക്കാൻ തുടങ്ങിയിട്ട് എന്തിപ്പോ ചെയ്ത് വളർത്തുന്നതാണ്. ആരും പറയണ്ട അതിൻ്റെ ഒരു ഐഡിയ. ഇതിന് ആദ്യം നീ അയാളെ വളർത്തണമെന്ന് നിന്റെ കൂടുതൽ സ്വഭാവമായിട്ട് വളർത്തത്തില്ല. ഈ കളവനാളുടെ ആളാ നീ അലക്കും. ഇതുകൊണ്ട് അയാൾ വളരാത്ത. നീ ആദ്യം അലപ്പൊക്കെ മാറ്റിയിട്ട് നല്ല മെച്ചൂർഡായിട്ട് നിൽക്കണേ. അപ്പോൾ കുറച്ചുകൂടി സെറ്റാവും. മെച്ചൂർഡായിട്ട് നിൽക്കുക. എനിക്ക് നിനക്കെത്ര സെറ്റായി? എനിക്കറിയാം നിനക്കൊരുത്തമ്പോൾ സെറ്റായിട്ടുണ്ട്. മെച്ചൂർഡായിട്ട് നിൽക്കാം. എന്തായാലും ഞാൻ ഫസ്റ്റ് റെഡി ആവട്ടെ. മാതാവേ, ഇതെങ്കിലും നടന്ന് ഒരു മൈതരി കത്തിച്ചേക്കാവേ. എന്താ രണ്ടുപേരോട് വിചാരിച്ച? എവിടെ മൂന്നാമത്? രാവിലെ ഇവിടെ പോണെന്ന് പറഞ്ഞിട്ട് കണ്ടില്ല. എവിടെ അവളെവിടെ? ആ ചേച്ചി, അവിടെ പോകാൻ വേണ്ടി നിൽക്കാം. ഇതെങ്കിലും ശരിയായാൽ മതിയായിരുന്നു. എനിക്കവിടെ സങ്കടം കാണാൻ ഇങ്ങനെ വയ്യ. ഇത്ര നാളുകൊണ്ട് ഇങ്ങനെ പാവം. അത് നീ പറഞ്ഞാൽ ശരിയാ. അയാളുടെ പിറകെ നടക്കരുതെന്ന് പറഞ്ഞാലും അവൾ നടക്കും. അവളെക്കുറിച്ച് ആലോചിച്ച് മാത്രമേ എനിക്ക് ഇത്രയും സങ്കടം വരുന്നുള്ളൂ. ഇതെങ്കിലും ശരിയായ മതി എൻ്റെ കുഞ്ഞിൻ്റെ പൊട്ടിപ്പെണ്ണ്. അതെ ചേച്ചി, കുഞ്ഞിനെ മതി. അവളെ എനിക്കറിയാം. ഇതെങ്കിലും ശരിയായ മതിയായിരുന്നു. എൻ്റെ റോസേ, നീ പോയി ആ പെണ്ണിനെ വിളിച്ചാണ്. കുറെ നേരം അയാൾ ഒരിടം കയറിയിട്ട് ഇപ്പോഴെങ്ങനെ ഇറങ്ങും? ചെന്ന് വിളിക്ക്. അടി, ഞാൻ പോയി വിളിക്കാം. അവളെ എന്താടി ഇത് നിന്റെ അണ്ണാക്കിന്റെ പിരിപെട്ടിരിക്കുന്നു. ഇത് നിങ്ങളോട് തന്നെ എന്റെ അണ്ണാക്കി പിരിവിട്ടതല്ല. അങ്ങോട്ട് നോക്കി കാലം നടത്തി കണ്ണ് പിടിക്കി. എങ്ങനെ കൊണ്ടടി എന്റെ സൗന്ദര്യം? അയാള് ഫ്ലാറ്റ് ആവോ? എങ്ങനെയുണ്ട്? ഫ്ലാറ്റ് ആവുന്നു. അടിപൊളി എന്റെ സാറാമ്മ. അയാൾ മരിച്ചില്ലെങ്കിൽ അത്ഭുതമാണ്. അത് പറഞ്ഞാൽ ശരിയാ. സുന്ദരി കുട്ടി ആയിട്ട് ചക്കര മോളന്ന് ഇങ്ങനെ പറയുകയാണെങ്കിൽ നാളെ പൈസ നിർത്ത്. ഇവിടെ ഉള്ള ഒരാൾ കറക്റ്റ് സമയത്ത് റെഡി ആവാറേ ഇല്ല. ഇങ്ങനെ ഓരോ പൊന്ന് കാണാതെ ഞാൻ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഞാൻ കാണാൻ? ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ചക്കുണ്ട്. സുന്ദരി കുട്ടിയായിട്ടുണ്ട്. മമ്മി, ഈസ ഇവിടെ വന്നിട്ടുണ്ടോ? അപ്പോൾ ഡ്രസ്സോട്ട് ഇങ്ങോട്ട് വന്നാൽ മാത്രം കണ്ടു. പിന്നെ ഇവിടെ കണ്ടിട്ടേ ഇല്ല. മമ്മി മമ്മി, ഇത് പിന്നെ ആരുമായി ഇവിടെ നിൽക്കുന്നേ? കുഞ്ഞാ ഇവിടെ നിൽക്കുന്നേ? എന്തായി ഇത് കണ്ടില്ലേ? എന്റെ കുഞ്ഞിവിടെ നിൽക്കുന്ന കണ്ടില്ലേ? എനിക്ക് എന്ത് പറയട്ടെ അല്ലേ? അല്ല, എവിടെ ജേഡൻ? എവിടെ ജേഡൻ? അഗസ്റ്റിനോടെ ജേഡൻ? എവിടെ അഗസ്റ്റിനോടെ? ഈ ചായ റെഡി ആവാ. ഇപ്പൊ റെഡിയാവാന്നും പറഞ്ഞ് കയറിയതേ ഉള്ളൂ. നീ എപ്പോ ഇറങ്ങുമെന്ന് എനിക്കറിയത്തില്ല എന്റെ പപ്പ. എനിക്കറിയില്ല. അയ്യോ, ഇത് പറഞ്ഞപ്പോഴെന്നെ ഓർത്തെ. എന്റെ ചെയ്തപ്പോ എവിടെ? ചെയ്തപ്പനെ കണ്ടില്ല.
എവിടെയാ ഞാൻ എവിടേക്കുണ്ടോ? അതിൻ്റെ ജയിലപ്പം എന്താ ഇവിടെ തന്നെയുണ്ട്, എങ്ങും പോയിട്ടില്ല. അതെ, ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി റെഡിയാവാനുള്ളത് അഗസ്റ്റിൻ മാത്രമായിരിക്കും. ഓക്കെ, എനിക്കതറിയാം. ഞാൻ റെഡിയായിട്ടുണ്ട്. നമുക്കെന്നാ പോയാലോ എല്ലാവരും? ആണെങ്കിൽ ചായ, ചായ, പൊന്നു ചായ, എന്ത് ലേറ്റ് ആയിട്ട്. എൻ്റെ പൊന്നെന്നാ, പ്ലീസ് ഞാൻ റെഡി. പോവാം. എൻ്റെ പൊന്നഗസ്റ്റിനെ, നീ പണ്ട് മുതലേ എങ്ങനെയാ? ഇനിയെങ്കിലും ഒന്ന് മാറാ. സത്യം, രണ്ടെണ്ണം ലേറ്റ് ആവാൻ നീ കഴിഞ്ഞിട്ടുള്ള അഗസ്റ്റിനെ. മതി. പോവാം. ഞാനും എന്നെ ഒരു കാറിൽ, ബാക്കിയുള്ളവർക്ക് എങ്ങനെയാ? ഓക്കെ, അപ്പോൾ ഞാനും ചേരാൻ ഒരു കാറ്. അപ്പോൾ അല്ല ചേരാ, നിങ്ങൾ ഒത്തുപോയാൽ മതി മക്കളെ. എനിക്കൊന്നും വയ്യ മമ്മി, ഞാനും പപ്പയും കൂടെ ഒത്തു, നമുക്കെല്ലാം ഒത്തുപോവാം. എനിക്കല്ലാണ്ട് പോകാനൊന്നും വയ്യ. നീ ചുമ്മാ വഴക്കുണ്ടാക്കാതെ മതി, അവളോടെ പോകാൻ നോക്ക്. ഞാൻ പറഞ്ഞെങ്കിൽ നീ കേൾക്കത്തില്ല, അവളോടെ പോകാൻ നോക്ക്. ഓ എൻ്റെ പൊന്നു മമ്മി, പിന്നെ അതിന് കിടന്ന് വഴക്കുണ്ടാക്കണ്ട, ഞാൻ പൊക്കോളാം. എന്നാ പിന്നെ സാറയെ നമ്മൾ പോണ വഴി നമുക്ക് വിളിച്ചാൽ മതിയോ? മതിയല്ലോ. സാറേ ചേരാൻ തന്നെ വിളിക്കും അല്ലേ ചേട്ടാ? ഞാൻ വിളിച്ചോട്ടെ ചേട്ടാ സാറേ, അത് മതി. അതെന്തിനാ അവരെ കൊണ്ടുപോകണേ? ഇത് നമ്മുടെ ഫാമിലി ട്രിപ്പ് അല്ലേ? അപ്പൊ എന്താ പേടിങ് വരാത്തെ? ഹലോ നിശാന്തി, അത് എന്റെ ചേച്ചിയാ, സാറ ചേച്ചി. ആര് വരണം ഞങ്ങൾ തീരുമാനിക്കും കേട്ടോ. മിന്നാതെ വന്നാ മതി. ചേട്ടാ വാ, നമുക്ക് പോവാം. അതാണ് എൻ്റെ കുഞ്ഞ്, വാടാ നമുക്ക് പോവാം. മമ്മി ഇറങ്ങിക്കോ, അത് ലോക്ക് ചെയ്യാൻ മറക്കണ്ട. ആദ്യം ഈ കുട്ടി പിള്ളേരെ അടുക്കളയാണ്, പിന്നെ അവളെ നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട് ചേട്ടൻ. സമയം ഇത്രയായിട്ടും ഇവരെന്ത് വരാത്തെ? ഞാനാണെങ്കിൽ ഒരുങ്ങി നിൽക്കുകയും ചെയ്യും. പണം ചാവാതെയിടി, അവര് വരും. അതിന് തറയിൽ നിൽക്കണ്ട ഒന്ന് സാറാ. അതല്ല, ഇനിയാ ലിസയെന്ന് പറയണവര് സാറിന് കൊണ്ടാക്കൂടി. ഇവിടെ വന്നേക്കുന്ന അത്ര നല്ലതാണെനിക്ക് തോന്നുന്നില്ല. നേരെ നടക്കുമോ? എനിക്കിന്നൊരു ഡൗട്ടില്ലായിരുന്നില്ല. ഇനി അവള് വല്ല ഗ്യാസ് ഉണ്ടാക്കിയ ഈ വന്നത് എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യൂടി? അവള് വല്ലോ അതിനോ വല്ല മുതിർന്നു ആരെഞ്ഞ അവളെ കൊല്ലും. ചേട്ടാ, അവൾക്ക് എന്റെ ഇച്ഛാനെ തന്നെ വേണം. പിന്നെ അയാള് പറഞ്ഞില്ലെങ്കിൽ കൊണ്ട് ഒരു ചെറിയ വഴിപ്പൊക്കെ ഞങ്ങൾ ചെയ്യും. എന്നിട്ട് അയാൾ വളച്ചിട്ട് കയ്യിലെടുക്കും. എത്ര കൊക്കെത്ര കുളം കണ്ടിരിക്കണേ. എന്നോടാണ് അവളുടെ കളി. ഞാനയാളെ വരച്ച വരയിൽ നിർത്തും. ആയിക്കോട്ടെ, നിങ്ങളൊന്നും പേടിപ്പിക്കല്ലേ. ഈ ഓലപ്പാമ്പ് കണ്ടാലൊന്നും ഈ സാറ പേടിക്കത്തില്ല. നീക്കനൊരു കുന്തം പിഴിഞ്ഞു നിൽക്കുന്ന അവിടെ വെട്ടിക്കറി അടുപ്പിലൊക്കെ വെച്ച് കഴിഞ്ഞെങ്കിൽ ഒന്ന് വന്നില്ലെങ്കിൽ പോവായിരുന്നു. എന്നാ വാ. എന്താ വരുന്നില്ലേ? അവിടെ നിൽക്കുന്നേ. സാറ് പൊക്കോ, ഞാൻ പോരാ. നിനക്കൊന്ന് പറഞ്ഞിട്ട് എന്റെ ബാക്കിൽ വന്നിരിക്കുകയാണ്. എന്റെ പ്ലാൻ ഫുള്ള് ചോർന്നു. ഞാൻ എത്ര ടൈം എടുത്തിട്ടാണ് ഈ പ്ലാൻസ് ഉണ്ടാക്കിയത് നിനക്കൊക്കെ വല്ലതും അറിയോ? എന്താണ് ഇരിക്കുന്നേ? എനിക്ക് നാക്ക് ഇടിപ്പൊക്കെ നിർത്തിക്കോ. കണ്ണത്ര തേങ്ങ 100 കടൽ കാണിച്ചാൽ കാണിച്ചില്ലേ? ഓ, നിന്റെ പ്ലാൻ ഇതുപോലെ ചെയ്താൽ എന്റെ മണ്ടായിട്ട് കയറും. ജീവിതത്തെ കൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ലേ? ആ പ്ലാൻ ഇപ്പൊ മേ ബി വർക്കൗട്ട് ആയാലോ. പിന്നല്ലാണ്ട് ഞാൻ പോയി വിജയശ്രീ ലാളിതായിട്ട് വരാം. വിഷ് മീ ലക്ക്. ലക്ക് വേഗം നശിച്ച് കണ്ടാറാകാതെ പെട്ടെന്ന്
സൈഡിലൂടെ പറഞ്ഞു ഇവിടെ നിന്ന് എന്നെ കൊല്ലില്ല. എന്റെ ദൈവമേ, ഇതിനെയൊക്കെ കൊണ്ടാണല്ലോ. എനിക്കറിയാൻ പാടില്ല ഇതെവിടെ ചെന്ന് നിൽക്കും. ആ ജിമ്മന്റെ ഇടി കൊണ്ട് നമ്മൾ ചാവിക്കാറും. അയ്യോ അയ്യോ, ഏയ് ഇതാ ഇതാ, ഞാൻ വരുന്നു. എന്ന് നടക്കുവാ പോവാ. ആ പോവാം. ചെയ്താ നമുക്ക് കാര്യം പോണ്ടേ? ആ സാറാ വാ, നമുക്ക് പോവാം. എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഒരു ആൻറ്റി അങ്കിളൊക്കെ കോൾ ചെയ്യുക വരാൻ പറഞ്ഞിട്ട്. നിങ്ങൾ എന്തായാലും ഇവിടെ നിന്നാൽ മതി. ലിസ, നമുക്കെന്നാ പോവാം. ചെയ്താ ആ ചെയ്താ ആ സാറാ മുട്ടാൻ വേണ്ടില്ലേ? വാ പോവാം. ഇവരോട് നിൽക്കണ്ട. ആ പിന്നെന്താ, നടക്കില്ലേ സാർ, നമുക്ക് ഒപ്പം പോവാം. ഇവിടെ ചെന്നിട്ട് ആൻറ്റി അങ്കിളൊക്കെ വെയിറ്റ് ചെയ്യല്ലേ. പോവാല്ലോ. ശരി നടക്കേ. ഇവക്കെന്താ, ഇവളെന്താ ഒന്നും എന്റെ പൊന്നു ഒന്നും വേണ്ടായിരുന്നു. ഫൈനലി നമ്മളവിടെ വന്നു. അവിടെ സന്തോഷം നോക്കി. പിന്നെ സാറാ സുന്ദരിയായിട്ടുണ്ടല്ലോ. അത് മമ്മി പറഞ്ഞ സാധിച്ചു. സൂപ്പറാ വണ്ടേ, നല്ല സുന്ദരി. അയ്യ സോപ്പിട്ട് മതിയായി. എനിക്ക് നാണം ഇങ്ങനെ പറയാം. എനിക്ക് അവിടെ നിന്ന് ചേച്ചി മോശമല്ല, ചേച്ചി നല്ല സുന്ദരിയായിട്ടുണ്ട്. അയ്യടാ എനിക്ക് നാണം കണ്ടില്ലേ. ആൻറ്റിക്കും സുന്ദരിയാട്ടോ ഇപ്പോ, നല്ല സുന്ദരിയാ. എന്നിട്ടാ എന്നോട് പറയുന്നേ. ഞാനിരിക്കോ ഞാനും ഇവിടെ വരുമ്പോഴും വണ്ടേ സൂപ്പറാ. അല്ലേ ചായ പറഞ്ഞു കൊടുക്ക്. പിന്നെ ഇവിടെ നിന്നാ മതിയോ? ശരി, ഞാനിങ്ങനെയുണ്ട് സുന്ദരിയാണ്. ആ എന്തോ എനിക്കറിയില്ല. അഗസ്റ്റിൻ, നെക്സ്റ്റ് എന്താ പ്ലാൻ? എന്താ ഇവിടെ നിന്നാ മതിയോ എല്ലാവർക്കും കൂടെ? അടുത്ത പ്ലാൻ പോകുന്നവർക്ക് അവരുടെ വേറെയൊക്കെ പിടിച്ചിട്ട് കൂടെ ഞാനും തന്നെ ഒത്തുപോവാം. നിങ്ങളൊക്കെ ഇങ്ങനെ പോകും. ആണോ? എന്നാൽ ഞാൻ ഇപ്പോഴേ ബുക്ക് ചെയ്തു. സാര ചേച്ചിയും ഞാനും ഒത്ത്. പിന്നെ നടക്കട്ടെ, സൂക്ഷിച്ച് പോയിട്ട് പോകണ്ട എല്ലാവരും. ഇപ്പോഴല്ലോ ഇവിടെ തന്നെ കാണണം. അല്ലെങ്കിൽ എനിക്കൊരു കോൾ വരുന്നു. നിങ്ങളെല്ലാം എൻജോയ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. സാര ചേച്ചി വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ആടാ വാ, നമുക്ക് അങ്ങോട്ട് പോയി എന്തെങ്കിലും കഴിക്കാം. എനിക്കുള്ള വിശന്നിട്ട് പോയാൽ. ഹലോ, ആരാണ്? ഹലോ. ജയരാൻ കാതുവിൻ, ഇത്ര പെട്ടെന്ന് നീ എന്നെ മറന്നൂടാ? എങ്ങനെയാണോ നിന്നെ മറക്കുന്നത്? ഡേവിഡ് എന്നെ ഒരുപാട് വട്ടം ചുറ്റിപ്പിച്ചതല്ലേ ഡേവിഡ്. അപ്പം ചുമ്മാല്ല നീ മാഫിയക്കിങ് ആയേ. നീ ഇപ്പോഴെങ്കിലും സമ്മതിച്ച് തന്നല്ലോ. എന്തുകൊണ്ടാണ് ഞാൻ മാഫിക്കിങ് ആയത്? എന്നാരെങ്കിലും ഇത്രയും ഓടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നീയാണ് ഡേവിഡ്, മിസ്റ്റർ ഡേവിഡ് തോമസ്. ആൻഡ് ജയരാൻ, പിന്നെ പോയൊരു ശത്രുവിനെ കിട്ടാൻ എന്ത് പുണ്യാണ് ഞാൻ ചെയ്തേ. നിന്നെ പോലെ ഒരാളെ കിട്ടാനും വേണോടാ ഭാഗ്യം. അത് നിനക്കറിയാം. സോ അതെല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് ഈ കളിക്ക് ഇറങ്ങിയത്. എന്നെ ചുറ്റിപ്പിച്ചതിന്
നിന്നെ ഞാൻ അനുഭവിക്കും ഡേവിഡ്. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നേരത്തെടാ നിന്റെ ചിരി, അതൊക്കെ നാൾ നിന്റെ ചിരി കൊണ്ടിർത്താൻ ഞാൻ സമ്മതിക്കും ചേരാൻ. നീ അത് ഞങ്ങളെ സമ്മതിക്കില്ലായിരിക്കും, പക്ഷേ ഞാൻ നിനക്ക് അങ്ങനെ ജീവൻ തരുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നണ്ട കേട്ടോ. മതിയടാ നിന്റെ ചിരി. നിന്നെ പൂട്ടാനുള്ള സാധനം എൻ്റെ കയ്യിലുണ്ട്. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരുത്തി ഉണ്ടല്ലോ, എന്നിൽ നിന്ന് നീ എത്ര നാൾ അവളെ സംരക്ഷിച്ച് നിർത്തും, അവളെ തന്നെ ഞാൻ പൊക്കോടാ. ഡേവിഡ്, ഡോണ്ട് ഡെയർ ടു ഡു ദാറ്റ്. ഐ വിൽ കിൽ യു. നിനക്ക് എന്ത് വേണോ ചെയ്യാം. ഡോണ്ട് ഇൻ്റർഫിയർ ഇൻ ഫാമിലി മാറ്റേഴ്സ്. കേട്ടല്ലോ, ഐ വിൽ കിൽ യു സീരിയസ്ലി. അവിടെ പറഞ്ഞപ്പോൾ നൊന്തലൂടെ നിനക്ക്. അവളെ പോലൊരെണ്ണം ഞാൻ ഒരുപാട് മോഹിച്ചതാ. സോ അവിടെ നിന്നിട്ട് എന്നെ കളിക്കടാ. അപ്പോൾ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബൈ JK. I will kill you. My God, motherfucker. എന്തെങ്കിലും സംഭവിച്ച I will kill you, David. I will kill you. But so you idiot. ഇനി ഈസ കുഞ്ഞു പറ, ഈസ കുഞ്ഞിന് എന്നാ വേണ്ടത്? ഈ സാധിച്ച് എനിക്ക് വാങ്ങിച്ചു തരൂടി. എന്നതാ വേണ്ടേ? എനിക്കെന്നാ കോഫി മതി. കോഫി കുടിക്കാം. ചേച്ചി കോഫി മേടിച്ചിട്ട് വാ. എൻ്റെ ഈസ, ഞാൻ ഓളത്തിന് ചോദിച്ചതല്ലേടി. എന്നാലും കുഞ്ഞു പറഞ്ഞല്ലേ നിനക്ക് കോഫി എൻ്റെ സാധ്യത വന്നിട്ടുണ്ടല്ലോ. വെയിറ്റ് അടിക്കുക. ഓക്കെ പോവാണോ? പോകുന്നെങ്കിൽ എനിക്കൊരു ക്യാപ്സ്യൂണോ വാങ്ങിക്കണേ. ഓക്കേടാ, ഞാൻ വാങ്ങിയിട്ട് വരാം. ഇസ ഇവിടെ ഇരിക്കും, ചേച്ചി വാങ്ങിയിട്ട് വേഗം വരാം. ഓക്കെ ഓക്കെ സാർ ചേച്ചി, ഞാൻ ഇരിക്കാം, വേഗം വരണേ. ഈ കുട്ടി പക്ഷെ ഉണ്ടെങ്കിൽ നോക്കണേ. എന്നാണ് കണ്ണുള്ളോട് നോക്കുന്നു. എന്നിട്ട് പോടി. ഇസയുടെ കോഫി ഇപ്പൊ വരും കേട്ടോ. ഇതാ ലിസയുടെ കോഫി ഇതാ. ചൂടുണ്ട്, സൂക്ഷിക്കണം കേട്ടോ. അയ്യോ അയ്യോ, താനല്ലേ പിടിക്കാതിരുന്നത്? ഞാനല്ല, തന്റെ കണ്ണി പറഞ്ഞല്ലേ ചൂടാണെന്ന്. ഡേ മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടല്ലോ. തന്റെ സംസാരം കൂടെ വേണ്ട. കോഫി വെച്ചിട്ട് അവള് എവിടെ പ്രസംഗിക്കുന്നു? ഹേയ് നിർത്ത്, കുറെ നേരം ഞാൻ നിൽക്കുന്നു. ഇനി ഇത് പറഞ്ഞോളൂ. താൻ തന്റെ കോഫി വെച്ചേ. നീ എൻ്റെ മക്കൾ കയറാൻ വന്നാലുണ്ടല്ലോ തന്നെ. നാളെ താഴെ കുറച്ച് നേരമായി ഇവിടെ തുടങ്ങിയിട്ട്. അത് പിന്നെ ചേച്ചിയമ്മ, ഈ ലിസാൻ്റെ ചുമ്മാ സാധിച്ചൊരു വഴക്കുണ്ടാക്കുക അറിയാണ്ട്. ഞാൻ തന്നോട് പറഞ്ഞു മര്യാദ സംസാരിക്കാൻ. എന്താ എന്താ അമ്മേ, എന്താ എന്താ ഇത്ര സൗണ്ട്? എന്താ എന്നാ എന്നാടി, എന്തുവാ അവിടെ? ചുമ്മാ നടക്കുക, എനിക്കറിയത്തില്ല. നീ ചുമ്മാ നടക്കുന്നത് ആന്റി എവിടെ സപ്പോർട്ട് ചെയ്യുന്നേ? ചൂട് കോഫി ഒഴിച്ചത് എന്നിട്ട് ഞാൻ വെറുതെ അലക്കുവാണെന്ന്. എന്റെ ദേഹത്തിന് പറ്റിയിരുന്നെങ്കിലോ കാലം കയറില്ലേ? അങ്ങനെ സംസാരിച്ചേ എന്നോട് ചൂട് കോഫി ഒഴിക്കുന്നതിന് പറ്റിയിരുന്നെങ്കിലോ? എടാ നിനക്കൊന്നും പറ്റിയില്ലല്ലോ, പിന്നെന്താ നിലക്കുന്നേ? അതാ ലിസ, നോക്കൊന്നും പറ്റിയില്ലല്ലോ. ആ കുട്ടി അറിയാ ചെയ്യുന്നില്ലേ? അവൾ സോറി പറഞ്ഞല്ലോ, പിന്നെന്തിനാണ് ഈ നടക്കുന്നേ? അത് വിട്ടേക്ക് പോട്ടേടാ. സോറി ആൻറ്റി, ഈ സത്യം പറഞ്ഞാൽ ഞാൻ അറിയാണ്ട് എൻ്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് വീണത്. ഞാൻ അയാളോട് പറഞ്ഞാ പിടിക്കാൻ.
നീ പഠിക്കാൻ നീ പറയാൻ പിടിക്കാനാണ് നീ എന്റെ തരമുണ്ടോ കേട്ടോ മര്യാദ നിന്നെ പോലെ പറഞ്ഞ ഉണ്ട് ആരെങ്കിലും പിടിക്കുമ്പോ ചാടി നടക്കാം ആണോ എനിക്ക് നിന്നെ പോലെ കുറഞ്ഞ പിടിക്കണമെങ്കിൽ സത്യം പറയാനുള്ളൂ ഇതെങ്ങനെ പറയാം നീ ഓർക്കണം ഓ ഇച്ചായ stop it. ഞാൻ നിന്നോട് എത്ര വട്ടം പറഞ്ഞു എനിക്ക് നീ എന്നെ അങ്ങനെ വിളിക്കുന്ന ഇഷ്ടമല്ല. നീ എന്തിനോട് എന്റെ പുറകെ കൊണ്ട് ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ പുറകെ കണ്ട് ഇങ്ങനെ ശല്യം ചെയ്യരുതെന്ന്. നീ ആരാടി? നീ ആരാ ലിസി അടിക്കാൻ? നിനക്ക് എന്ത് അധികാരമാണ് ഉള്ളത്? നീ എന്ത് ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ചെയ്തത്? എന്തല്ലാണ്ട് ഇവളാരാ ലിസ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇവളാരാ? അവളെ അടിക്കാൻ ഇവളാരാ? ഇവൾക്ക് എന്ത് അധികാരമുള്ളത്? നിർത്തേണ്ടവരെ നിർത്തേണ്ട നിലയ്ക്ക് നിർത്തണം, അല്ലെങ്കിൽ ഇതുപോലെ തലേ കയറി നിരക്കും. ഒരുപാട് വട്ടം ഇവൾക്ക് ഞാൻ വാൺ ചെയ്തതാണ്. എന്തിന് ഇവൾ എന്റെ ഫാമിലി കാലത്ത് കയറി ഇടപെടുന്നത്? എനിക്കിഷ്ടമല്ല. എനിക്ക് ഇവൾ എന്റെ വീട്ടിൽ വന്നോലും ഇഷ്ടമല്ല. ഐ ഹേറ്റ് ഹെർ. ഐ ഹേറ്റ് യു. അവസാനമായിട്ട് സാറേ ഞാൻ പറയുകയാണ്, ഇനി നീ എന്റെ കൺമുന്നിൽ വന്ന ഐ വിൽ ഡെഫിനറ്റ്ലി കിൽ യു. എനിക്ക് എന്നെ പോലും നിയന്ത്രിക്കാൻ അറിയാത്ത സിറ്റുവേഷൻ നിൽക്കുക ഞാൻ. സോ പ്ലീസ് പ്ലീസ് ലീവ് മീ അലോൺ. ഇനി നീ എന്റെ പുറകെ വരുവാണ് സാറാ. എനിക്കറിയില്ല, വട്ടം നിനക്ക് വാൺ ചെയ്തിട്ടുള്ളതാണ്. പല വട്ടം നീ എന്നെ ഇച്ചാന്ന് വിളിക്കുമ്പോൾ പല വട്ടം ഞാൻ വാൺ ചെയ്തിട്ടുള്ളതാണ്. നീ ഒരാൾ എന്റെ ലൈഫിൽ വന്നതിന് ശേഷം ഞാൻ ഇത്രയും ഞാൻ അനുഭവിക്കുന്നത്. ഇത്രയും ഞാൻ കഷ്ടപ്പെടുന്നത്. എന്തിനാണ് എന്റെ പുറകെ നടക്കുന്നത്? പിന്നെ ലിസ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? നീ ഒരു ഓർഫൺ അല്ലേ? അത് പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? സോ ബി ഇൻ യുവർ ലിമിറ്റ്സ്. ഓക്കെ വേണ്ട, ഒന്നും പറയണ്ട സാർ. സാറിനെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഒരു ഗോൾഡ് ഡിഗറോ ഒന്നുമല്ല. എന്നെ രക്ഷിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഇഷ്ടം മാത്രമായിരുന്നു. ഞാൻ ഒരിക്കലും സാറിൻ്റെ പണത്തിനെയോ ഒന്നും ആഗ്രഹിച്ചല്ല സാറിൻ്റെ കൂടെ നിന്ന്. എനിക്കിഷ്ടമായിരുന്നു, അതുകൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് ഒന്നുമല്ല. പ്ലീസ്, ഞാൻ അറിയില്ല സാർ ഇങ്ങനെ എപ്പോഴും പറയുമ്പോഴത്തേക്കും എന്നെ ഇഷ്ടമല്ല എന്നിട്ടാണ് പറയുന്നത്. പിന്നെ ഞാനൊരു ഓർഫണാ. അതുകൊണ്ട് തന്നെയാണ് ആൻറ്റിയും ചേച്ചിയൊക്കെ എന്നെ ഇങ്ങനെ സ്നേഹിച്ചപ്പോൾ ആരൊക്കെയോ ആയിപ്പോ എന്ന് തോന്നി. ഞാൻ അറിയാണ്ട, ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. സോറി, ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ സോറി. ഞാനെന്നെ ഒരിക്കലും നിങ്ങൾക്ക് ശല്യമായിട്ട് വരത്തില്ല. സോറി, റിയലി സോറി. പിന്നെ ലിസ പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാനൊരു ഓർഫൺ തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്കറിയാം ഞാൻ എൻ്റെ ലിമിറ്റിൽ നിൽക്കണം. എന്നോട് ആൻറ്റി മോളെ ഞാൻ കൊണ്ടാക്കി തരാം. നീ ഒറ്റയ്ക്ക് പോകണ്ട. വേണ്ട ആൻറ്റി, കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. ഞാൻ പോവാണ്. ശരി. ഇസക്കൊന്ന് കരയാണോ? കരയണ്ട, ഞാൻ എങ്ങും പോകുന്നില്ല. വർക്കുണ്ട്, വർക്കിൽ പോയിട്ട് പെട്ടെന്ന് വരാം. ലിസ, സോറി തന്നെ തല്ലിയതിന്. സോറിയടോ, എൻ്റെ പാരൻസ് ഞങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്. നിനക്ക് നിന്റെ സ്ഥാനം മനസ്സിലായല്ലോ.
ഞാൻ പോവാ. സോറി സാർ. ഇസ കരയില്ലേടാ, ചേച്ചി ഇപ്പൊ വരും കേട്ടോ. നമുക്ക് വീട്ടിൽ പോകുമ്പോ ഇസയുടെ ശേഷം അവിടെ ഉണ്ടാവുക. ജയ്ഡ ഡാ, നീ എങ്ങോട്ടാ പോകുന്നേ? ജയ്ഡ I'm sorry. I can't. I'm sorry, Sarah. അന്നാ നീ ഇങ്ങനെ കരയാതിരിക്കുന്ന. എടാ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. എന്താ ഇവിടെ എന്താ പ്രശ്നം? എടുത്തി നിനക്ക് അറിയുന്നേ? മമ്മി ആരെങ്കിലും ഒന്ന് പറയോ? അഗസ്റ്റിൻ എടാ എന്താടാ? എടാ ജയിലൻ ഇസയെ കാണാനില്ലടോ. കുറച്ചു നേരം മുന്നേ വരെ ഇവിടെ ഉണ്ടായിരുന്ന കുഞ്ഞ് ഇസയെ കാണാനില്ലെന്നു. അഗസ്റ്റിൻ നീ ഇതെന്താ പറയുന്നേ? അതെ ചെയ്യടാ, ഞാൻ എടുത്തി ഒന്നുമില്ല, ഈസിക്ക് ഒന്നുമില്ല. അഗസ്റ്റിൻ പപ്പ എവിടെയാടാ? അഗസ്റ്റിൻ നിന്നോടാ ചോദിക്കുന്നേ, പപ്പ എവിടെയെന്ന്? പപ്പ ആ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയിരുന്നു സൈബറിൽ. അതാരാണ് കോൾ ചെയ്തതെന്ന് എനിക്കറിയില്ല. ചേട്ടാ എന്റെ കൈയും കാലൊക്കെ എനിക്കറിയില്ല. എടാ അഗസ്റ്റിനെ ഒന്നുമില്ല. ലിസ എവിടെ? ലിസയെ കണ്ടില്ല, അവളെയും കാണാനില്ല, അവളും മിസ്. ഇത് ഡേവിഡിന്റെ കളി തന്നെയാ ഉറപ്പാ. അപ്പോ ഇസ മാത്രമല്ല അവൻ ഡേവിഡ് എനിക്കറിയാം ഇത് നീയാണെന്ന്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് തീർക്കാം. ഫാമിലിന് ഇതിനിടെ വലിച്ചിടേണ്ടത് നിന്നോട് ഞാൻ പറഞ്ഞതാണ്. സോ സ്റ്റോപ്പ് ദാറ്റ്. ഇസ ഇങ്ങ് തന്നേ പറ്റൂ. ഓ ജയ്ഡൻ റിലാക്സ്. നിനക്ക് പൊള്ളുന്ന വേറെ ആളും കൂടെ എന്റെ കയ്യിലുണ്ട്. എന്നാ സുന്ദരിയാടാ ഇവള്. ഒന്ന് തൊടാൻ. ഡേവിഡ് I will kill you. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ I will kill you. ഞാൻ വെറും പോക്ക് പറയുന്നതല്ല, നിനക്കെന്നെ അറിഞ്ഞൂടാത്തല്ലോ. സത്യമായിട്ടും എന്തെങ്കിലും സംഭവിച്ച ഡേവിഡ്. ഓ മൈ ഗോഡ്, ദാറ്റ് കിങ്ങിന് ദേഷ്യം വരുന്നുണ്ടോ? നിനക്ക് ഇവരെ വേണമെങ്കിൽ നീ ഇങ്ങ് വാടാ. നിന്നെ എനിക്ക് നേരിട്ട് കാണണം. എന്നിട്ട് നീ വേണമെങ്കിൽ ഇവരെ കൊണ്ടുപോക്കോ. ഓക്കെ ഞാൻ വരാം. ഞാൻ വരുന്നതിനിടയിൽ അവർക്ക് എന്തേലും സംഭവിച്ചാടേ? ഒരിക്കലുമില്ല. ഓക്കെ ഞാൻ വരാം. ഹലോ ഓ ഷിറ്റ് ബാസ്റ്റർഡ്. അവൻ ഇസയെ മാത്രമല്ല അവൻ സാറയിനെ കൊണ്ടുപോയിട്ടുണ്ട്. ഐ വിൽ കിൽ ഹിം. എന്തേലും സംഭവിച്ചാർക്ക്. അവരെന്തിനാ സാറയെ കൊണ്ടുപോയി? ബിക്കോസ് ഹീ നോ അവരെ തൊട്ട അവന് പൊള്ളുന്നു. അതുകൊണ്ടാണ്. അതൊക്കെ നാളെ അവന്റെ ഈ കളി ഉണ്ടാകില്ല. ഞാൻ ചെന്ന് അവന് കാണിച്ചു കൊടുക്കാം ആരാണ് ഞാനെന്ന്. ഞാൻ പൊക്കോളാം പപ്പ.
നിങ്ങളാരും വരേണ്ട ആവശ്യമില്ല. നോ ജേഡ്, ഒറ്റയ്ക്ക് പോകുന്നത് സേഫ് അല്ല. നമുക്ക് എല്ലാ കൂടെ ഒത്തു പോവാം, അതാണ് സേഫ്. അത് മതി. അതെ ജേഡ്, ഒറ്റയ്ക്ക് പോകണ്ട, നമുക്ക് ഒത്തു പോവാടാ, അത് മതി. ജേടാ മോനെ, ഇസേനെ കൊണ്ടുവരില്ലേടാ, കൊണ്ടുവരണേ മോനെ. ജേടാ, അതിനെ വിശ്വസിക്കുക. ഉറപ്പായും കൊണ്ടുവരും ഏട്ടത്തി. എൻ്റെ ഇസേനെ ഞാൻ കൊണ്ടുവരാതിരിക്കും, അവനെ കൊന്നിട്ടായാലും. അപ്പോ പപ്പാ പോയാലോ, അവന്റെ അന്ത്യകുദാശയ്ക്ക് വേണ്ടി? പോവാം, ഉറപ്പായും ചെയ്യടേ. വി ക്യാൻ ഗോ. ഒരുപാട് കളിച്ചതല്ലേ, ഇനി അവന്റെ കളി നേരിട്ട് എന്നെ കളിക്കാം. ഐ വിൽ വെയിറ്റിംഗ് ഫോർ ഹിം. എന്തിനെന്നെ എല്ലാവരും കൂടെ ഇവിടെ കൊണ്ടുവന്നേ? എന്തിനാണ് ഇങ്ങനെ എല്ലാരും കൂടെ ശിക്ഷിക്കുന്നത്? കരയുവാണോ സുന്ദരി? എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടേ? നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നേ? പ്ലീസ്, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല. പ്ലീസ് എന്നെ വെറുതെ വിടണം. ഓ, ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെ അടിയത് സാറ എബ്രഹാം. നിന്നെ ഞാൻ എന്തുമാത്രം കൊതിച്ചേന്ന് നിനക്കറിയോ? ആ കുട്ടി പിശാചിനെയും നിന്നെയും കൂടെ ഇവിടെ കൊണ്ടുവന്നത് അവനെ ഇവിടെ വരുത്താനാ. നിങ്ങളെ തൊട്ട അവന് നോവോടി. പ്ലീസ് പ്ലീസ് ഈസേ ഒന്നും ചെയ്യരുത്. പ്ലീസ്, അവള് കുഞ്ഞാ, അവൾക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല. പ്ലീസ് സാർ, അവളൊന്നും ചെയ്യരുത്. ആ എന്റെ സാറ, നിന്നെ എന്തിനാടി അവർ റിജക്ട് ചെയ്തെന്ന് എനിക്കറിയില്ല. ബട്ട് നിന്നെപ്പോലൊന്നിനെ കൈ കിട്ടിയിട്ട് എങ്ങനെയാണ് ഞാൻ വെറുതെ നിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യാതെ? അതിന് നീ എന്നെ കൊല്ലണം. കിങ് ഈസ് ഹിയർ. നിന്നെ ഇവിടെ വരുത്താൻ എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാൻ ചെയ്യാൻ. ലൈക്ക് ഇറ്റ്. നിന്നെ കുഴിലോട്ടെടുക്കാൻ ഞാനിവിടെ വന്നല്ലോ. ഇവിടെയത് നിനക്കെന്നെ നേരിട്ട് കാണാൻ പറ്റിയില്ലടാ. സോ ഇനി നേർക്ക് നേരാ അല്ല. അയ്യോ അയ്യോ, ഒന്നുമില്ല ജേഡപ്പ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. സൂര്യനൊക്കെ അറിയല്ലേ. അഗസ്റ്റിൻ, നീ കുഞ്ഞിനെ എടുക്കും. നിക്ക് കുഞ്ഞിനെ എടുക്കാനും കൊഞ്ചിക്കാനൊക്കെ ടൈം വരട്ടെ. അതിനു മുന്നേ താ ഇവളെ എനിക്ക് തന്നിട്ട് നീ വേണമെങ്കിൽ കുഞ്ഞിനെ എടുത്തോണ്ട് പോക്കോ. ഓക്കെ? കൊച്ചാനെ, നിനക്ക് തന്തയില്ലെന്ന് എനിക്കറിയാം. നിന്റെ തന്തയില്ലാത്ത പരിപാടി നീ ഇപ്പോഴും വിട്ടില്ലെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞോളാണെന്ന് തോന്നുന്നില്ല. എനിക്ക് തന്തയില്ല, ഞാൻ സമ്മതിച്ചു. തന്തയുള്ള എനിക്ക് 2 മക്കളില്ലേ, പിന്നെന്താ? സമ്മതമാണെങ്കിൽ ഈ കൊച്ചിനെ എടുത്തോണ്ട് പോവാം, അല്ലെങ്കിൽ ഈ കൊച്ചിനെയും കൊല്ലും, ദാ ഇവളെയും കൊല്ലും. ആര് വേണമെന്ന് നിങ്ങൾ? എനിക്ക് സമ്മതമാണ്. ഇസായ മതി. അഗസ്റ്റിൻ, നീ കുഞ്ഞിനെടുത്തോ. പോവാം. നീ ഇത് എന്തൊക്കെയാടാ പറയുന്നേ? നിനക്കെന്താ ബോധമില്ലാണ്ടായോ? ഇവന്റെ മുന്നിൽ ഇവളെ മത്സരിച്ചിട്ട് പോവാനോ? നിനക്ക് ബോധമില്ലേ ചെയ്താൽ? അഗസ്റ്റിൻ, നീ ഞാൻ പറയുന്നത് കേക്ക്. നമുക്കിപ്പോ ഇസയാ വലുത്. നീ കുഞ്ഞിനെ എടുത്തിട്ട് പോവാൻ. അവൻ പറഞ്ഞതും കേട്ട് വേണമെങ്കിൽ കൊച്ചിനെ എടുത്തോണ്ട് പോടാ. നിങ്ങൾ പോയിട്ട് വേണം എന്താ ഇതിനെ എനിക്കൊന്ന് സെറ്റാക്കി എടുക്കാൻ. എൻ്റെ മണ്ടൻ തന്നെടാ ജയ്ഡാ നീ. ഇത്രയൊരു അടിപൊളി പീസിനെ കൈ കിട്ടിയിട്ട് എങ്ങനെയിടാ നീ വേണ്ടെന്ന് വെച്ച്? 2 വർഷം നിന്റെ പിറകെ നടന്നിട്ട് നിനക്ക് എന്താണ് ഒരു കൂസലില്ലാത്ത? അപ്പോൾ അച്ഛനും മക്കളൊക്കെ പൊക്കോളി, ഇനി എൻ്റെ പണിയാ. അഗസ്റ്റിൻ, നീ കുഞ്ഞിനെ എടുക്ക്, നമുക്ക് പോകാം. അടുത്ത നേരം ഇവിടെ നിൽക്കുന്ന ശരിയല്ല. അവനവൻ്റെ പണി നടത്താവുള്ളൂ അല്ലേ? ഇവിടെ ചെയ്ത ഞാൻ വരത്തില്ല. ഈ കൊച്ചിനെ ഇവിടെ ഇട്ടിട്ട് പറ്റത്തില്ല. നിനക്ക് ബോധമില്ലേ? നീ ഇത് എന്തൊക്കെ? സാർ, ഇസയെ കൊണ്ടുപോക്കൂ. അവള് കുഞ്ഞല്ലേ, ഞാനൊരു ഓർഫണല്ലേ.
എനിക്ക് പോലുള്ളവരെ ചോദിക്കാനും പറയാനും ആരുമില്ല. സാർ പൊക്കോ. അഗസ്റ്റിൻ ചെല്ലി കുഞ്ഞിനെയും കൊണ്ട് പൊക്കോന്നേ. വാ അഗസ്റ്റിൻ, നമുക്ക് പോവാം. ഈസ കുഞ്ഞിനെ എടുത്തോ നീ. പപ്പ പപ്പ ഇത് എന്തൊക്കെയാ പറയുന്നത്? പപ്പയ്ക്ക് ബോധമില്ലേ? എടാ ഒന്നും കാണാതെ അവൻ ചെയ്യില്ല. നീ വാ, നമുക്ക് പോവാം. അത് പിന്നെ പപ്പ വാ പോവാം. എന്താടാ നീ പോകുന്നില്ലേ? എല്ലാരും പറഞ്ഞു വിട്ടതാണല്ലോ. നിനക്കെന്താ ഇവിടെ കാര്യം? ഇറങ്ങി പോവാൻ നോക്കടാ. അതെങ്ങനെയാ ഡേവിഡ്? എൻ്റെ സാധനങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാറില്ലെന്ന് നിനക്കറിയില്ലേ? അതെടുത്തിട്ടേ ഞാൻ പോകത്തുള്ളൂ ഇവിടെ നിന്ന്. നിന്റെ സാധനമല്ലേ ഇവിടെ നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ടല്ലാടാ ഒരു മാഫിയ കിങ്ങായ നീ നിന്റെ ഐഡന്റിറ്റി മാറ്റി വെച്ചത്. അതല്ലല്ലോ മിസ്റ്റർ ഡേവിഡ്, ഇവിടത്തെ കാര്യത്തിലേക്ക് കടക്കാടാ. നീ അനാവശ്യ കാര്യങ്ങളൊന്നും സംസാരിച്ച് എഴുതിരിക്കണ്ട. ഓക്കെ? റിലാക്സ് മിസ്റ്റർ മാഫിയ കിങ്, റിലാക്സ്. നിനക്ക് പറ്റുവാണെങ്കിൽ ഇവളോടൊന്ന് കൊണ്ടുപോകും. ഇവരോടൊക്കെ പൊരുതിയിട്ട് പറ്റുമെങ്കിൽ ഓക്കേടാ. അയ്യോ സാർ, ഇയാൾ ഷൂട്ട് ചെയ്യാൻ പോവാണ്. അയ്യോ സാർ, You motherfucker! How dare you! വേണ്ട ഡേവിഡ്, മാറിക്ക്. വേണ്ട, നമുക്ക് തീർക്കാം. നോ നോ ഡേവിഡ്, നോ നോ, യു ക്യാൻ നോ. നിക്കടാ അവിടെ, ഡേവിഡ്, I will definitely kill you. Sarah, please open your eyes. Sarah, don't close. Sarah, please. Sarah, ഒന്നുമില്ല. Augustine, start the car. സാറ എങ്ങനെയുണ്ട് നിനക്കിപ്പോ? നീ ഓക്കെ ആണോ? സാർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇതാണ് ഇഷ്ടം. വളരെ മതി കരഞ്ഞത്. എന്നെ ഇത്രയിട്ട് ഓടിച്ചതിന് നിങ്ങൾക്കൊരു പണിഷ്മെന്റ് കിട്ടും കേട്ടോ. എന്ത് പണിഷ്മെന്റ് വേണം? അത് പിന്നെ നല്ല സ്ട്രോബെറി പോലുണ്ട്, കടിക്കാളുണ്ട്. ഈ നാണൊക്കെ ഞാൻ മാറ്റിക്കോളാം.
വെച്ച എന്നെ സ്വന്തമായി. ഇപ്പൊ നിനക്ക് ഹാപ്പി ആയല്ലോ. എന്നാലും എൻ്റെ പൊന്നിസ, നിന്റെ കുഞ്ഞു തലയിൽ എങ്ങനെയാണ് ഇത്രയും വലിയ ബുദ്ധികൾ? സുന്ദരിയാണ് കേട്ടോ. എന്തുവാ രണ്ടുപേരും കൂടെ ഈ രാത്രി? എന്താ ഇസ, ഈ ലോകം തിരിച്ചു വയ്ക്കാൻ തന്നെയാ രണ്ടുപേരും സംസാരിക്കണേ? എനിക്ക് പേടിയാ. ഈ ചെയ്തപ്പൻ്റെ കാര്യം ഞങ്ങളുടെ കുറച്ച് ഇന്റർനാഷണൽ കാര്യങ്ങൾ പറയായിരുന്നു. നമ്മുടെ കല്യാണത്തെക്കുറിച്ചൊക്കെ. നീയാണ് എനിക്ക് എൻ്റെ കല്യാണം നടത്താൻ. അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ. ഓ, നിന്റെ കല്യാണം ഉടനെ നടത്താം. പയ്യനെ ഞാൻ ആലോചിക്കുന്നുണ്ട് കേട്ടാ. ഉടനെ നടത്താം കേട്ടാ. മുട്ടേന്ന് വിരിഞ്ഞില്ല അവള്. ഓ പോരപ്പ, എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്. മിസ് ചേച്ചി, ഞാൻ പോവാ. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. ആടാ, ഗുഡ് നൈറ്റ്. വാ. എന്നതാ മോനിങ്ങനെ നോക്കുന്നേ? എന്തുവാ ഉദ്ദേശം? എന്താ ദുരുദ്ദേശം തന്നെയാ. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? സോ അതിനെ കൊണ്ട് കൊണ്ട് എന്തുവാ അങ്ങോട്ട് മാറി നോക്കി. അയ്യോടാ, അന്നേക്കുന്ന ഫസ്റ്റ് നൈറ്റ് എടുക്കാൻ. ഇത് ഇത് എന്താ എൻ്റെ സാറൊക്കൊന്നും പേടിയാണോ? എന്താ എന്താണെന്നറിയില്ല നിനക്ക്. 2 വർഷം എൻ്റെ പുറകെ നടന്നിട്ട് നിനക്ക് ഇപ്പോഴും അറിയില്ലേ? സാറാ, can I kiss you? I'm always yours, Tara. Sarah, I can't control myself. Oh, Sarah. Jaya, slowly. Jaya. Sarah, I can't, Sarah. Jaya, slowly. Oh, Sarah, you're so good. Oh. Jaya. Sarah, did I hurt you a lot? Little. Sorry, da. I can't control myself anymore. Sarah, thank you for coming to my life. നീ എൻ്റെ ലൈഫിലില്ലേന്നെങ്കിൽ എനിക്കറിയില്ലടാ. നിന്നെ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. ഐ എം സോറി ഇത്ര നാൾ എക്സ്പ്രസ് ചെയ്യാതെ. ഐ ലവ് യു. I love you too, Jaya. പിന്നെ ജയ, ലിസ എന്താ നമ്മുടെ മാരേജിന് വരാതെ? ആ, എനിക്കറിയില്ല. പിണക്കമായിരിക്കും. പിന്നെ അന്ന് ആള് പിന്നെ എവിടെ ജയ? എന്തായത്? എനിക്കറിയില്ല എൻ്റെ സാറാ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഉറങ്ങിക്കാൻ വേണ്ടാതെ കിടന്ന്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പ്ലീസ് എന്നെ എവിടെ കൊണ്ടുവന്നേ? പ്ലീസ് I don't know anything. Please leave me. Please leave me. Jaren, I can't. Please. Goodbye, Lisa. And a sweet voice for you. Jaren, please leave me. Please, Jaren, I beg you. Please. നിന്നെ കൊന്നു. പ്ലീസ് ഇത് ചെയ്യരുത്. നീ എന്താ പറഞ്ഞേ? എൻ്റെ പെണ്ണ് നിനക്ക് വേണമെന്നല്ലേ? You deserve this stuff.
ചേട്ടൻ പ്ലീസ് ഐ ബെഗ് യു, ഞാൻ അറിയാതെ ചേട്ടൻ പ്ലീസ് എന്നെ അങ്ങനെ ചെയ്യരുത്. ചേട്ടൻ നിന്റെ കാലൊട്ടിക്കാൻ നിന്നെ കൊന്നു, ഇങ്ങനെ ചെയ്യണ്ടടാ. സോറിടാ, നമുക്കൊന്നുകൂടെ നരകത്തിൽ കാണാം. സോ ഗുഡ് ബൈ മൈ ഡിയർ ആൻഡ് ഹാപ്പി ജേർണി ഡേ. ചേട്ടൻ ചേട്ടൻ പ്ലീസ് ഐ ബെഗ് യു, പ്ലീസ് പ്ലീസ് ചേട്ടൻ ഐ ബെഗ് യു, പ്ലീസ് ചേട്ടൻ പ്ലീസ് പ്ലീസ് പ്ലീസ്.